Meet the editors. ഇന്ത്യ മുന്നണി നിർവീര്യമോ എന്നാണ് ചോദ്യം. ഉണ്ണി ബാലകൃഷ്ണൻ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ഇന്ത്യ മുന്നണിയുടെ ഒരു കോർഡിനേഷൻ കമ്മിറ്റി പോലും കൂടിയിരുന്നില്ല. അത് വലിയ വിമർശനമായിട്ട് ഉന്നയിച്ചു. ഇപ്പോൾ പലതരം വിമർശനങ്ങൾ വരുന്നു. നാഷണൽ കോൺഫറൻസിന്റെ ഭാഗത്ത് ഒമർ അബ്ദുള്ള ഇങ്ങനെയൊരു മുന്നണി ഉണ്ടോ എന്ന് പോലും ചോദിക്കുന്ന സാഹചര്യത്തിലേക്ക് എത്തി. ദില്ലിയിൽ പരസ്യമായി വിഴുപ്പലക്കലാണ് ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും. ഇന്ന് രാഹുൽ ഗാന്ധി നിശിതമായി വിമർശിച്ച് രംഗത്തെത്തുന്നു. നേരത്തെ അജയ് മാക്കൻ എത്തുന്നു. അവിടെ സ്ഥാനാർത്ഥിയായിട്ട് സന്ദീപ് ജെയ്ത്തിനെ ആം ആദ്മി പാർട്ടിയുടെ നേതാവ് അരവിന്ദ് കെജ്രിവാളിനെതിരായിട്ട് നിർത്തുന്നു. ഒരു ഷീലാ ദീക്ഷിത് മോഡൽ ദില്ലിയെക്കുറിച്ച് കോൺഗ്രസ് പറയുന്നു. ഇന്ത്യ മുന്നണി നിർവീര്യമായോ? അല്ല, ഇതൊന്നും ഒട്ടും തന്നെ അത്ഭുതകരമായിട്ടുള്ള കാര്യമല്ല എന്നെ സംബന്ധിച്ചിടത്തോളം. നോക്കൂ, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇന്ത്യ മുന്നണി രൂപപ്പെട്ട രാഷ്ട്രീയ സാഹചര്യം എന്താണ്? 2024 പൊതു തെരഞ്ഞെടുപ്പിൽ BJP ഏകപക്ഷീയമായി വിജയിച്ചു വരുമെന്നാണ് BJP തന്നെ പ്രഖ്യാപിച്ചത്. അവസാനത്തെ ഇടക്കാല ബജറ്റ് പ്രസംഗത്തിൽ നിർമ്മലാ സീതാരാമനും അതിൻ്റെ മറുപടി പ്രസംഗത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെയും ഇന്ത്യൻ പാർലമെൻറ്റിൽ പ്രഖ്യാപിച്ചത് 400 സീറ്റിലേറെ നേടിക്കൊണ്ട് BJP അധികാരത്തിൽ വരും എന്നാണ്. അത്തരത്തിലൊരു നറേറ്റീവായിരുന്നു രാജ്യത്തുടനീളം ഉണ്ടായിരുന്നത് ആ കാലഘട്ടത്തിലെങ്കിൽ അങ്ങനെ ഒരു ഏകപക്ഷീയമായ വിജയം BJPക്ക് ഉണ്ടാകരുതെന്ന് വിചാരിച്ച പ്രതിപക്ഷ പാർട്ടികൾ ഒന്നിച്ചു ചേർന്നുകൊണ്ട് ഇന്ത്യ മുന്നണി എന്നൊരു സഖ്യത്തിന് രൂപം കൊടുക്കുകയാണ് ചെയ്തത്. അത് 2024 പൊതു തെരഞ്ഞെടുപ്പിൻ്റെ സാഹചര്യത്തിൽ രൂപപ്പെട്ട ഒരു മുന്നണിയാണ്. അതിനുശേഷം 4 തിരഞ്ഞെടുപ്പുകൾ സംസ്ഥാന തിരഞ്ഞെടുപ്പുകൾ നടന്നിരുന്നല്ലോ. നമുക്കറിയാവുന്ന പോലെ 2023 ഇന്ത്യ മുന്നണി ഉണ്ടാകുന്നു. 2023 അവസാനം നവംബറിൽ 4 സംസ്ഥാന നിയമസഭകളിലേക്ക് തിരഞ്ഞെടുപ്പ് നടന്നു. മധ്യപ്രദേശിൽ നടന്നു, ഛത്തീസ്ഗഡിൽ നടന്നു, രാജസ്ഥാനിൽ നടന്നു, അതുപോലെ തന്നെ തെലങ്കാനയിൽ നടന്നു. ഇവിടെ 3ഇടത്ത് BJP വിജയിക്കുകയും തെലങ്കാന മാത്രമാണ് കോൺഗ്രസിന് പിടിക്കാൻ കഴിഞ്ഞത്. അന്ന് ഇന്ത്യ മുന്നണിയിൽ വലിയ വിവാദം ഉണ്ടായിരുന്നല്ലോ. നിതീഷ് കുമാർ അടക്കമുള്ള ആളുകൾ പറഞ്ഞുകൊണ്ടിരുന്നത് എന്താണ്? ഇന്ത്യ മുന്നണി ഫംഗ്ഷൻ ചെയ്യുന്നില്ല എന്നാണ്. എപ്പോഴാണ്? 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് നടന്ന 4 നിയമസഭാ തെരഞ്ഞെടുപ്പുകളുടെ കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. അന്ന് എന്തായിരുന്നു വിമർശനം? കോൺഗ്രസ് ഏകപക്ഷീയമായി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നു, അവരാരെയും അവരുടെ സഖ്യകക്ഷിയായി കൂട്ടുന്നില്ല. പ്രത്യേകിച്ച് മധ്യപ്രദേശിലാണ് ആ വിമർശനം ശക്തമായി ഉയർന്നത്. മധ്യപ്രദേശിലാണ് പിന്നെയും സമാജ്വാദി പാർട്ടിക്ക് ഒരു അല്പം സ്വാധീനമുള്ളത്, ഉത്തർപ്രദേശുമായി ചേർന്ന് കിടക്കുന്ന മേഖലയിൽ. അപ്പോൾ അവിടെ അവർ സമാജ്വാദി പാർട്ടി ഉൾക്കൊള്ളാൻ തയ്യാറായില്ല. സ്വാഭാവികമായിട്ടും ഇന്ത്യ സഖ്യത്തിനകത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുമ്പ് തന്നെ ഇത്തരത്തിലുള്ള വിമർശനങ്ങളുണ്ടായിരുന്നു. ഏകപക്ഷീയമായിട്ടാണ് കോൺഗ്രസ് ആ തെരഞ്ഞെടുപ്പുകളിൽ മത്സരിച്ചതെന്ന്. പിന്നീട് ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ ഒന്നിച്ചു നിൽക്കുന്ന ഒരു പ്രതിപക്ഷത്തെ തന്നെയാണ് കണ്ടത്. എന്തായിരുന്നു അതിൻ്റെ രാഷ്ട്രീയ ലക്ഷ്യം? ആ രാഷ്ട്രീയ ലക്ഷ്യം എന്ന് പറയുന്നത് BJPയെ അധികാരത്തിൽ വരാൻ അനുവദിക്കാതിരിക്കുക എന്നുള്ളതായിരുന്നു. ആ കാര്യത്തിൽ ഇന്ത്യ മുന്നണി വിജയിച്ചിട്ടുണ്ടല്ലോ. വിജയിച്ചിരിക്കുന്നതെന്ന് ഞാൻ പറയുന്നത് NDA ആണ് അധികാരത്തിൽ വന്നത്. BJPയുടെ വിജയം എന്താണ്? 2014 2019 ഒറ്റയ്ക്ക് ഭൂരിപക്ഷം നേടി വിജയിച്ചു വന്ന പാർട്ടിയാണ് BJP എന്ന് പറയുന്നത്. 2024 സ്ഥിതി അതല്ല. 240 സീറ്റുകളിലേക്ക് BJPയെ ചുരുക്കാൻ കഴിഞ്ഞത് ഇന്ത്യ സഖ്യം എന്ന് പറയുന്ന വളരെ ഫോർമിഡബിൾ ആയിട്ടുള്ള അലയൻസ് ഫോർമേഷൻ ഉണ്ടായതുകൊണ്ടാണ്. അതുകൊണ്ട് എന്ത് പറ്റി? BJPക്കെതിരായി മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളിൽ നിന്ന് വോട്ട് ചിന്നിച്ചിതറി പോകുന്നതിന് പകരം ഒരു ഡയറക്റ്റ് ഫൈറ്റിലേക്ക് വരാൻ കഴിഞ്ഞു. ആ ഡയറക്റ്റ് ഫൈറ്റിൽ നിശ്ചയമായും BJPയെ ദുർബലപ്പെടുത്താൻ കഴിഞ്ഞു. അങ്ങനെ NDA സഖ്യത്തെ അധികാരത്തിലെത്തിക്കുന്നതിന് ഇന്ത്യ മുന്നണിക്ക് ഒരു റോളുണ്ട്. മറിച്ച് ഒരു മറുവശം എന്ന് പറയുന്നത് 2014 2019 അങ്ങേറ്റം ദുർബലമായൊരു പ്രതിപക്ഷമായിരുന്നല്ലോ രാജ്യത്തുണ്ടായിരുന്നത്. 2024 സ്ഥിതി അതല്ല. മനോഹരമായൊരു പ്രതിപക്ഷവും ഉണ്ടായിട്ടുണ്ട്. ആ അർത്ഥത്തിൽ ഇന്ത്യ സഖ്യം അതിൻ്റെ റോൾ നിർവഹിച്ചു കഴിഞ്ഞു എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. എന്നാൽ ഇന്ത്യ സഖ്യം തുടരേണ്ടതില്ലേ? തുടരേണ്ടതുണ്ട്. ഇപ്പോൾ അതിനുശേഷം 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം നമ്മൾ 4 നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ കണ്ടല്ലോ. 4 നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ 2-2 പൊസിഷൻ എന്ന് പറയാം. ശരിയാണ്. മഹാരാഷ്ട്രയും ഹരിയാനയും പോലുള്ള 2 പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങൾ ഇന്ത്യ മുന്നണിക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ കാരണക്കാർ കോൺഗ്രസ് ആണ് എന്ന് നമുക്ക് വിലയിരുത്താം. കാരണം എന്താ? ഇപ്പോൾ ഹരിയാനയിൽ 2019 തെരഞ്ഞെടുപ്പിൽ ഏകപക്ഷീയമായിട്ടാണല്ലോ NDA വിജയിക്കുന്നത്. 10 സീറ്റും BJP കൈയടക്കിയ സംസ്ഥാനമാണ് 2019 ഹരിയാനയിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ. 2024 5-5 ആയിരുന്നു പൊസിഷൻ. 5 സീറ്റ് BJPക്കും 5 സീറ്റ് കോൺഗ്രസിന് ലഭിച്ച സംസ്ഥാനമാണ്. അതിന് മാസങ്ങൾക്ക് ശേഷം നടന്ന തെരഞ്ഞെടുപ്പിൽ വലിയ മുന്നേറ്റം BJPക്ക് ഉണ്ടാക്കാൻ അവിടെ കഴിഞ്ഞില്ലേ? 48 സീറ്റാണ്. 90 സീറ്റുകളിൽ BJP 48 സീറ്റ് നേടി. അതായത് കേവല ഭൂരിപക്ഷത്തെക്കാൾ 3 സീറ്റ് അധികമായി നേടി. പക്ഷേ പ്രശ്നം എന്താ? അവിടെ 37 സീറ്റുകളിലേക്ക് കോൺഗ്രസ് ഒതുങ്ങി. എന്തുകൊണ്ടാണ് കോൺഗ്രസ് ഒതുങ്ങിയത്? ആം ആദ്മി പാർട്ടിയുമായിട്ടൊരു സഖ്യമില്ല. ഞാൻ പറയുന്ന ആം ആദ്മി പാർട്ടി അവിടെ ഒരു വലിയ ശക്തിയാണെന്നല്ല. പക്ഷേ ഹരിയാനയുടെ ഒരു പ്രത്യേകത എന്താ? അത് ഡൽഹിയുമായി ബോർഡർ ചെയ്യുന്ന ഒരു സംസ്ഥാനമാണ്. ആ ഡൽഹിയുമായി ബോർഡർ ചെയ്യുന്ന പല സ്ഥലങ്ങളിലും ആം ആദ്മി പാർട്ടിക്ക് 2%, 3%, 4% വോട്ടുള്ള മണ്ഡലങ്ങളുണ്ട്. അവരവിടെ ഒറ്റയ്ക്ക് മത്സരിച്ചു. ആം ആദ്മി പാർട്ടി ഒറ്റയ്ക്ക് മത്സരിക്കുകയും വോട്ട് നേടുകയും ചെയ്തു. അപ്പോൾ അവിടെ ആ അലയൻസ് ഉണ്ടായിരുന്നുവെങ്കിൽ നോക്കൂ, 45 സീറ്റുകൾ കേവല ഭൂരിപക്ഷത്തിന് വേണമെന്നിരിക്കെ, 46 സീറ്റുകൾ കേവല ഭൂരിപക്ഷത്തിന് വേണമെന്നിരിക്കെ 48 സീറ്റുകളാണ് BJPക്ക് അവിടെ നേടാൻ കഴിഞ്ഞത്. ഓഫ് കോഴ്സ് അവരുടെ ചില സഖ്യകക്ഷികൾക്ക് 3-4 സീറ്റുകൾ കൂടി കിട്ടിയിട്ടുണ്ട്. പക്ഷേ അവിടെ 37 സീറ്റ് കോൺഗ്രസിന് നേടാൻ കഴിഞ്ഞു. അവിടെ ഒരു ഇന്ത്യ സഖ്യം ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ റിസൾട്ട് ഉണ്ടാകുമായിരുന്നോ എന്ന് നമ്മൾ ആലോചിക്കുന്നുണ്ട്.
ആലോചിക്കേണ്ടതുണ്ട്, ഇന്ത്യ സഖ്യം ആലോചിക്കേണ്ടതുണ്ട്. ഇനി മഹാരാഷ്ട്രയിലേക്ക് വന്നാൽ മഹാരാഷ്ട്രയിൽ അങ്ങേയറ്റം മോശമായ പെർഫോമൻസ് അല്ലേ ഇന്ത്യ സഖ്യം കാഴ്ചവെച്ചത്? 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എന്താ സ്ഥിതി? 9 സീറ്റുകളിലേക്കാണ്. 48 സീറ്റുകളുള്ള മഹാരാഷ്ട്രയിൽ കേവലം 9 സീറ്റുകളാണ് BJP കിട്ടിയത്. 30 സീറ്റുകളിലാണ് ഈ മഹാവികാസ് അഘാടി വിജയിച്ചു വന്നത്. അവിടുന്ന് 6 മാസത്തിന് ശേഷം നടന്ന തെരഞ്ഞെടുപ്പിൽ എന്താ സ്ഥിതി? 288 അംഗ നിയമസഭയിൽ എത്ര സീറ്റാണ് BJP ഉള്ളത്? 235 സീറ്റ്. ചരിത്രത്തിലെ ഏറ്റവും വലിയ വിജയമാണ്. BJP NDA സഖ്യത്തിന് വലിയ വിജയമുണ്ടായി. 50 സീറ്റുകളിലേക്ക് ചുരുങ്ങി പ്രതിപക്ഷ പാർട്ടി. കോൺഗ്രസ് പെർഫോം ചെയ്തില്ല, ഉദ്ധവ് താക്കറെയുടെ പാർട്ടി പെർഫോം ചെയ്തില്ല. അത് ഇന്ത്യ സഖ്യം വിലയിരുത്തണം. ഇന്ത്യ സഖ്യം വിലയിരുത്തിയാൽ മാത്രമേ അവർക്ക് ഇനി മുന്നോട്ട് പോകാൻ കഴിയൂ എന്നുള്ളത് ആലോചിക്കാൻ പോലും കഴിയൂ. അൺഫോർച്ചുനേറ്റ്ലി ഈ 2 തെരഞ്ഞെടുപ്പുകളിലും ഇന്ത്യ സഖ്യം അമ്പയെ പരാജയപ്പെടുന്നതാണ് നമ്മൾ കണ്ടത്. എന്നാൽ ജമ്മു കാശ്മീർ ആശ്വാസ വിജയമാണ്. അതുപോലെ തന്നെ ജാർഖണ്ഡിലും അവർ പെർഫോം ചെയ്തു. കോൺഗ്രസ് നന്നായി പെർഫോം ചെയ്ത സംസ്ഥാനമാണ്. 16 സീറ്റുകൾ MLA-മാരായിട്ട് അവിടെ വിജയിച്ചു. RJD പെർഫോം ചെയ്തു. ഓഫ് കോഴ്സ് ജാർഖണ്ഡ് മുക്തി മോർച്ചയും പെർഫോം ചെയ്തു. ഇപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ 2-2 എന്ന പൊസിഷൻ ഇരിക്കാമെങ്കിൽ പോലും ഈ ഉന്നയിക്കപ്പെട്ട പ്രശ്നം വളരെ വലിയ പ്രശ്നമാണ്. ഇന്ന് നമ്മളിത് ചർച്ചയ്ക്ക് എടുക്കുന്നത് എന്തുകൊണ്ടാണ്? ഡൽഹിയിൽ താങ്കൾ സൂചിപ്പിച്ചതുപോലെ വലിയ ചെളിവാരിയേറിയലാണ് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പം എനിക്ക് തോന്നുന്നത് ആം ആദ്മി പാർട്ടിക്കെതിരെ ഏറ്റവും രൂക്ഷമായ വിമർശനം ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത് കോൺഗ്രസ് പാർട്ടിയാണ്. അവിടെ BJP വളരെ എന്താ പറയുക ആസൂത്രിതമായി അവിടെ അവരുടെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. BJPക്ക് വിജയിച്ചു വരാവുന്ന ഒരു സാഹചര്യം പോലും ഡൽഹി തെരഞ്ഞെടുപ്പിൽ ഒരുങ്ങി വരുന്നുണ്ട്. ഈ ത്രികോണ മത്സരം എന്ന് പറയുമ്പോൾ നാച്ചുറലി BJPക്ക് അതിൻ്റെ ഗുണമുണ്ടാകും. മാത്രവുമല്ല കഴിഞ്ഞ 3 ടേമായിട്ടുള്ള അരവിന്ദ് കെജ്രിവാളിൻ്റെ സർക്കാരിനോടുള്ള ഒരു ആൻറ്റി ഇൻകംബൻസിയും പഴയതുപോലുള്ളൊരു ഇമേജ് കെജ്രിവാളിന് അവിടെ ഇല്ല എന്നുള്ളതും ഒരു യാഥാർത്ഥ്യമായിരുന്നു. അവിടെയും പ്രശ്നമാണ്. ഇന്ത്യ സഖ്യം 2 നിൽക്കുന്നു എന്നുള്ളത് കൊണ്ട് അതിൻ്റെ ഗുണഭോക്താവായി മാറാൻ പോകുന്നത് BJP തന്നെയായിരിക്കും എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. ഈ അർത്ഥത്തിൽ ഇന്ത്യ സഖ്യം പൊലിയുന്നുണ്ട്. പക്ഷേ ഒരു കാര്യം കൂടി പറഞ്ഞാൽ അവസാനിപ്പിക്കാം. ഇന്ത്യ സഖ്യത്തിന് ഇങ്ങനെയല്ലേ പറ്റുള്ളൂ. കോൺഗ്രസ് കഴിഞ്ഞാൽ പിന്നെ എല്ലാം പ്രാദേശിക പാർട്ടികളല്ലേ. ഇപ്പോൾ സമാജ്വാദി പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അടുത്ത വർഷം അവിടെ തെരഞ്ഞെടുപ്പാണ്. എവിടെ? ഉത്തർപ്രദേശിൽ തെരഞ്ഞെടുപ്പാണ്. അവിടെ അതെ. അപ്പം അവിടെ എന്താ അല്ല 2027 അവിടെ തെരഞ്ഞെടുപ്പ് നടക്കുമ്പം ഉത്തർപ്രദേശ് മാത്രമാണ് സമാജ്വാദി പാർട്ടിയുടെ കയ്യിലുള്ള സംസ്ഥാനം എന്ന് പറയുന്നത്. അവർക്ക് അവിടെ മുന്നേറിയേ പറ്റുള്ളൂ. അവരുടെ നിലനിൽപ്പിൻ്റെ പ്രശ്നമാണ്. കഴിഞ്ഞ പ്രാവശ്യം ഏറ്റവും നന്നായിട്ട് ഇന്ത്യ മുന്നണിയിൽ പെർഫോം ചെയ്തത് കോൺഗ്രസ് കഴിഞ്ഞാൽ പിന്നെ സമാജ്വാദി പാർട്ടിയാണ്. 37 സീറ്റുകൾ അവർ നേടി. 6 സീറ്റ് കോൺഗ്രസ് നേടി. ഒരുമിച്ച് നിന്നപ്പോൾ 43 സീറ്റ് കിട്ടി. BJP ഏറ്റവും ദുർബലപ്പെടുത്തിയ സംസ്ഥാനം. ഒരർത്ഥത്തിൽ BJPക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം കിട്ടാതെ പോയതിന് കാരണം ഉത്തർപ്രദേശിലെ വലിയ തിരിച്ചടിയാണ്. മഹാരാഷ്ട്രയും ഓഫ് കോഴ്സ് വലിയ രീതിയിൽ പെർഫോം ചെയ്തു. RJDക്ക് ഒരു പ്രശ്നമുണ്ടല്ലോ. ഈ ഒക്ടോബറിൽ തെരഞ്ഞെടുപ്പാണ് ബീഹാറിൽ. RJDക്ക് എന്താ പ്രശ്നം? RJDക്ക് പ്രശ്നം വെച്ചാൽ കോൺഗ്രസ് അലയൻസിൽ ഉള്ള പാർട്ടിയാണ്. കോൺഗ്രസ് കഴിഞ്ഞ പ്രാവശ്യം എത്ര സീറ്റാണ് കൊടുത്തതെന്നറിയാമോ? 70 സീറ്റ് RJD കൊടുത്തത്. എത്ര സീറ്റിലാണ് ജയിച്ചതെന്നറിയാമോ? 16 സീറ്റിൽ. കോൺഗ്രസ് അവിടെ പെർഫോം ചെയ്യുന്നില്ല. അപ്പോൾ അതുകൊണ്ട് RJDയെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിനെ ഒന്ന് ഒഴിവാക്കി നിർത്തണം അവിടെ. അപ്പോൾ അതുകൊണ്ടാണ് RJD മനഃപൂർവ്വമായിട്ട് ഈ പറയുന്ന മമതാ ബാനർജിയുടെ പേര് ഉന്നയിക്കുന്നത്. രാഹുൽ ഗാന്ധി തൽക്കാലം മാറി നിൽക്കട്ടെ എന്ന് പറയുന്നത്. അത് അവരുടെ സംസ്ഥാന രാഷ്ട്രീയമാണ്. അതുപോലെ തന്നെയാണ് TMCയെ സംബന്ധിച്ചിടത്തോളം അവിടെ കോൺഗ്രസുമായിട്ട് ഒരു സഖ്യം അവർക്ക് സാധ്യമല്ല. കേരളത്തിലുള്ളതുപോലെ തന്നെ CPM-ആയിട്ട് സാധ്യമാണോ? UDF-ന് പറ്റില്ലല്ലോ. അപ്പോൾ ഈ പറയുന്ന കോൺഗ്രസ് ഒഴിച്ച് ബാക്കിയുള്ള എല്ലാ പാർട്ടികളും സംസ്ഥാന പാർട്ടികളാണ്. അവർക്ക് അവിടെ വിജയിച്ചു കിട്ടുള്ളൂ. എന്തുകൊണ്ടാണ് ഇപ്പോൾ ആം ആദ്മി പാർട്ടി ഇന്ത്യ സഖ്യത്തിൻ്റെ ഭാഗമല്ലാതെ ഡൽഹിയിൽ മത്സരിക്കുന്നത്? ഇന്ത്യ സഖ്യത്തിൻ്റെ ഭാഗമായിട്ട് മത്സരിച്ചാൽ ഈ തെരഞ്ഞെടുപ്പിൽ അവർക്ക് അവരുടെ കരുത്ത് തെളിയിക്കാൻ കഴിയില്ലെന്ന് മാത്രമല്ല അവർക്ക് അവരെ വികസിപ്പിക്കാൻ കഴിയില്ല. അത് പഞ്ചാബിലും പ്രശ്നമാണ്. അപ്പം ഓരോ പ്രാദേശിക പാർട്ടികൾക്കും പ്രാദേശികമായ താല്പര്യമുണ്ടാകും. ആ പ്രാദേശികമായ താല്പര്യം വരുമ്പോൾ ദേശീയ മുന്നണിയുടെ ഭാഗമല്ലേ എന്നൊരു ചർച്ച വരത്തില്ല അവിടെ. സ്വാഭാവികമായിട്ട് ഇന്ത്യ മുന്നണിക്ക് പ്രാദേശിക തലത്തിൽ അങ്ങനെ ഒരു സഖ്യമുണ്ടാക്കി പെർഫോം ചെയ്യാൻ കഴിയില്ല. അത് അതിൻ്റെ നിർവീര്യതയെ ബാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഒറ്റ കാര്യം കൂടി പറഞ്ഞേക്കാം. 2004 UPA സർക്കാർ അധികാരത്തിൽ വന്നു. 2004 മുതൽ 2014 വരെ NDAയുടെ അവസ്ഥ എന്താ? NDA എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ട്. NDA ഒരു യോഗം നടന്നതായിട്ട് നിങ്ങൾക്ക് അറിയാവും. 2004 മുതൽ 2014 വരെ നിശബ്ദമാണ്. കാരണം പ്രതിപക്ഷത്തെ മുന്നണിയെ സംബന്ധിച്ച് ആരും അങ്ങനെ ഗൗരവത്തോട് കാണുന്നില്ല. അതേസമയം ഭരിക്കുന്ന മുന്നണിയിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടായ വലിയ പ്രശ്നമല്ല. ഇപ്പോൾ ഇവിടെ ബ്രൂവറി വിഷയത്തിൽ ഏറ്റവും കൂടുതൽ വാർത്തയാവുന്ന എന്താ? CPM-ഉം CPI-യും തമ്മിലുള്ള തർക്കമാണ്. അല്ലെങ്കിൽ JDS-ഉം CPM-ഉം തമ്മിലുള്ള തർക്കമാണ്. അതേസമയം ലീഗും കോൺഗ്രസും തമ്മിൽ തർക്കം ഉണ്ടായാലും അതൊരു വലിയ വാർത്തയാണോ? പ്രതിപക്ഷത്തിരിക്കുന്നവർ അങ്ങനെ തന്നെ ഇരിക്കുക തന്നെ ചെയ്യും. പക്ഷേ ഭരണപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും ഇൻടാക്റ്റ് ആയിട്ട് മുന്നണിയെ നിർത്തേണ്ടതുണ്ട്. ഇപ്പോൾ എന്താ സംഭവം? 2004 മുതൽ 2014 വരെ ഒരു മുന്നണിയും NDAയുടെ യോഗം ചേർന്നിട്ടില്ല. 2014 ഒറ്റയ്ക്ക് ഭൂരിപക്ഷം കിട്ടിയതിന് ശേഷവും 2019 ഒറ്റയ്ക്ക് ഭൂരിപക്ഷം കിട്ടിയതിന് ശേഷവും NDA യോഗം നടന്നിട്ടില്ല. 2024 മുതൽ വളരെ കൃത്യമായിട്ട് NDA യോഗം നടക്കുന്നുണ്ട്. ഇൻടാക്റ്റ് ആണ് ആ മുന്നണി. എന്തുകൊണ്ടാണ് ആ മുന്നണി ഇൻടാക്റ്റ് ആയിരിക്കേണ്ടത്? കേന്ദ്രത്തിൽ അവർക്ക് ഭരിക്കണം എന്നുള്ളതുകൊണ്ടാണ്. മറുവശത്ത് പ്രതിപക്ഷം ഇങ്ങനെയൊക്കെ ചിഹ്നഭിന്നമായി പോകും. നമുക്ക് പറയാം ഫ്ലോർ കോർഡിനേഷൻ ഇല്ല, പല കാര്യങ്ങളിനകത്തും അവർക്ക് യോജിപ്പില്ല, യോജിച്ച സമരങ്ങൾ നടത്തുന്നില്ല, ഇത്തരം കാര്യങ്ങളൊക്കെ പറയാം. ഞാൻ വിചാരിക്കുന്നത് ദേശീയ തെരഞ്ഞെടുപ്പോടുകൂടി ഇന്ത്യ മുന്നണിയുടെ റോള് ആ അർത്ഥത്തിൽ കഴിഞ്ഞിട്ടുണ്ട്. കാരണം അത് കോൺഗ്രസ് കഴിഞ്ഞാൽ പിന്നെ പ്രാദേശിക പാർട്ടികളുടെ ഒരു സംഗമ എന്താ പറയുക ഒരു കൂടിച്ചേരലാണ്. സ്വാഭാവികമായിട്ട് ഓരോ പ്രാദേശിക പാർട്ടിക്കും അവരവരുടെ സംസ്ഥാനങ്ങൾ അവരവരെ വളർത്തിക്കൊണ്ടേ മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. ആ സമ്മർദ്ദം അവരനുഭവിക്കുമ്പോൾ ഇത് നിർവീര്യമായി കൊണ്ടിരിക്കും എന്ന് തന്നെയാണ് എൻ്റെ ഒരു വിലയിരുത്തൽ. മീറ്റ് ദി എഡിറ്റേഴ്സ് തുടരുന്നു. സ്മൃതി, ഇന്ത്യ മുന്നണി നിർവീര്യമാണോ?
ആകുന്നോ എന്നതാണ് ചോദ്യം. അതെ, ഇന്ത്യ മുന്നണി ഇപ്പോൾ നിർവീര്യമായിരിക്കുകയാണ്. ഇന്ത്യ മുന്നണി എങ്ങനെ രൂപീകരിക്കപ്പെട്ടു എന്നുള്ളത് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. ഒരു പ്രത്യേക സാഹചര്യത്തിൽ അങ്ങനെ ഒരു മുന്നണി രൂപീകരിക്കപ്പെടുകയാണ്. അതുകൊണ്ടാണ് മോദി സർക്കാർ ഉണ്ടാകാതെ NDA സർക്കാർ ഉണ്ടായത് എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ ദേശീയ തലത്തിൽ ഒരു ദേശീയ തെരഞ്ഞെടുപ്പിൽ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിനെ തിരഞ്ഞെടുക്കുന്ന തെരഞ്ഞെടുപ്പിലാണ് ഇന്ത്യ മുന്നണി എന്നതിൽ പ്രസക്തി. യഥാർത്ഥത്തിൽ അതൊരു മുന്നണിയല്ല, കൂട്ടായ്മയാണ്. അപ്പോൾ അതിലുണ്ടായിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം എന്നുള്ളത് ഇന്ത്യൻ ഭരണഘടനയും അതിൻ്റെ മൂല്യങ്ങളെയും സംരക്ഷിക്കുക എന്നായിരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അതുതന്നെയാണ് പ്രധാനമായും ഓരോ പാർട്ടികളും ഉന്നയിച്ചത്. ഇതിൽ പാർട്ടികളെല്ലാം തന്നെ ആശയങ്ങൾ കൊണ്ട് നിലപാടുകൾ കൊണ്ടൊക്കെ വ്യത്യസ്തമായവരാണ്. പക്ഷേ ഭരണഘടന സെക്യുലർ നിലപാട് എന്ന കാര്യത്തിൽ മാത്രം ഐക്യപ്പെടുന്ന വിവിധ രാഷ്ട്രീയ പാർട്ടികൾ എന്ന നിലയ്ക്കാണ് അതിനെ കാണുന്നത്. അതുകൊണ്ടാണ് കേരളത്തിൽ ഇവിടെ CPIM-ഉം കോൺഗ്രസും ഒക്കെ ആ മുന്നണിയുടെ ഭാഗമാകുന്നത്. അപ്പോൾ BJP ആവർത്തിച്ച് ചോദിക്കുന്നത് നിങ്ങൾ തമ്മിൽ എന്തിനാണ് മത്സരം എന്നുള്ളതാണല്ലോ. യഥാർത്ഥത്തിൽ മുന്നണിയല്ല, കൂട്ടായ്മയാണ്. അതൊരൊറ്റ പൊതുലക്ഷ്യത്തിലാണ്, ഭരണഘടനയെ സംരക്ഷിക്കുക എന്ന പൊതുലക്ഷ്യത്തിലായതുകൊണ്ടാണ് അത് ജനങ്ങളിലേക്ക് ആ രൂപത്തിൽ ഇറങ്ങിച്ചെന്നത്. അങ്ങനെയാണ് ദേശീയ തലത്തിൽ അതിലൊരു ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റിയത് എന്നുള്ളതാണ്. പക്ഷേ ഡൽഹിയിൽ ആ തരത്തിൽ ഡൽഹി തെരഞ്ഞെടുപ്പിൽ അതിന് സാധ്യതയില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം. കാരണം ഓരോ നിയമസഭാ തെരഞ്ഞെടുപ്പിലും ആ തരത്തിൽ ഐക്യപ്പെടുക സാധ്യമല്ല. ഇതിൽ മുമ്പ് തന്നെ ഈ മുന്നണി രൂപീകരണം തൊട്ട് തന്നെ, അല്ലെങ്കിൽ ഇന്ത്യ മുന്നണി എന്ന ഒരു സംവിധാനം വന്ന ഘട്ടത്തിൽ തന്നെ ഓരോരുത്തരായി ആരാണ് അതിൻ്റെ നേതൃത്വം വഹിക്കുക എന്ന കാര്യത്തിൽ തർക്കവും പ്രതികരണങ്ങളും ഉണ്ടായിട്ടുള്ളതാണ്. മമത ആ തരത്തിൽ ഇപ്പോൾ പ്രതികരണവുമായി വരുന്നതും, അല്ലെ മമതയെ പിന്തുണച്ചുകൊണ്ട് ലാലു പ്രസാദ് യാദവ് വരുന്നതൊക്കെ പ്രത്യേക രാഷ്ട്രീയ സാഹചര്യത്തിലാണ്. അതിനുശേഷം നടന്ന, നേരത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുമ്പ് നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ പറഞ്ഞു. പിന്നീട് നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ നോക്കുമ്പോഴും കോൺഗ്രസ് ആ നിലയ്ക്ക് ശക്തി തെളിയിച്ചിട്ടുണ്ടോ എന്നുള്ള പ്രധാനപ്പെട്ട വിഷയമാണല്ലോ. അങ്ങനെ ശക്തി തെളിയിക്കാൻ കോൺഗ്രസിന് സാധിച്ചിട്ടില്ല എന്നൊരു പ്രധാനപ്പെട്ട വിഷയം അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ അതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യമായത്. അതുകൊണ്ടാണ് ഹരിയാനയിൽ തെരഞ്ഞെടുപ്പ് നടന്നു, മഹാരാഷ്ട്രയിൽ നടന്നു. രണ്ടിടത്തും BJPയെ ഒന്നിച്ച് നേരിടാൻ ഈ സഖ്യത്തിന് സാധിച്ചിട്ടില്ല. അത് തന്നെയാണ് ഒരു പ്രധാനപ്പെട്ട കാരണം. അപ്പോൾ കോൺഗ്രസ് ആയിരുന്നല്ലോ അതിനൊരു ചുക്കാൻ പിടിക്കേണ്ടിയിരുന്നത്. അതായത് ഒരുമിച്ച് പോകേണ്ടതുണ്ട്, അതിൽ കുറച്ച് വിട്ടുവീഴ്ചകൾ ചെയ്യുക എന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പ് ആയപ്പോഴേക്കും കോൺഗ്രസ് മറന്നു എന്നുള്ളതാണ്. ഹരിയാനയിൽ അമിത ആത്മവിശ്വാസമായിരുന്നു. അപ്പോൾ അവിടെ ആ നേട്ടം ഉണ്ടായില്ല എന്നാണ്. ഇപ്പോൾ ഡൽഹിയിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നു. ഇവിടെ BJPയും ആം ആദ്മി പാർട്ടിയും തമ്മിലാണല്ലോ നിലവിൽ മത്സരം. കോൺഗ്രസിനെ തോൽപ്പിച്ചുകൊണ്ടാണ് ആം ആദ്മി പാർട്ടി രംഗത്തേക്ക് വന്നത് എന്നൊരു യാഥാർത്ഥ്യം അവിടെ നിൽക്കുന്നു, പഴയ യാഥാർത്ഥ്യം അവിടെ നിൽക്കുന്നു. പക്ഷേ അതിനു മുൻപ് തന്നെ അധികാരം നഷ്ടപ്പെട്ടിരുന്ന BJP ഇപ്പോൾ എല്ലാ തരത്തിലും അവിടെ ഭരണം തന്നെ നടത്താൻ പറ്റാത്ത രീതിയിൽ അവിടുത്തെ സംസ്ഥാന സർക്കാരിൻ്റെ ഭരണത്തിൽ ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. സംസ്ഥാന സർക്കാരിന് അധികാരം വേണ്ട വിധത്തിൽ കൊടുക്കാത്ത രീതിയിലാണല്ലോ അവിടെ ഒരു പകുതി കേന്ദ്ര എന്താ പറയുക, കേന്ദ്രത്തിൻ്റെ ഭരണം എന്ന രൂപത്തിൽ ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇടപെട്ടുകൊണ്ടിരിക്കുമ്പോൾ ആരാണ് യഥാർത്ഥ ശത്രു, ആരെയാണ് ഒരുമിച്ച് തോൽപ്പിക്കേണ്ടത് എന്ന രൂപത്തിലേക്ക് ചിന്തിക്കാൻ കോൺഗ്രസിനായിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ BJPയുടെ അതേ മുദ്രാവാക്യങ്ങൾ, അല്ലെങ്കിൽ BJP ഉന്നയിക്കുന്ന അതേ വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഇന്ന് രാഹുൽ ഗാന്ധി വരുന്നത്. അവിടെ മദ്യരാജാവ് എന്ന രൂപത്തിൽ മദ്യനയ അഴിമതിയുടെ കാര്യത്തിൽ കേജ്രിവാളിനെ വിമർശിച്ചുകൊണ്ടാണ് ഇന്ന് രാഹുൽ പ്രസംഗിച്ചത്. അതെങ്ങനെയാണ് പ്രസംഗിക്കുക? കാരണം ഈ കേസിൽ ജയിലിൽ കിടന്ന കേജ്രിവാളിന് വേണ്ടി പ്രസംഗിക്കാൻ രാഹുൽ ഗാന്ധി പോയിട്ടുണ്ട് നേരത്തെ. അപ്പോൾ നേരത്തെ എടുത്ത നിലപാടിൽ നിന്നും നിയമസഭാ തെരഞ്ഞെടുപ്പ് ആകുമ്പോഴേക്കും എങ്ങനെയാണ് കോൺഗ്രസ് നിലപാട് മാറ്റാനാകുക? എല്ലാ ഘട്ടത്തിലും രാഹുൽ ഗാന്ധി ഒരു പൊതു നിലപാടെടുക്കുകയും അതിൽ തുടരുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ തങ്ങൾക്ക് കൂടി ജയിക്കേണ്ട ഒരു തെരഞ്ഞെടുപ്പ് എന്ന പ്രായോഗികതയിലേക്ക് വരുന്നു. യഥാർത്ഥത്തിൽ അത് പ്രായോഗികതയാണോ? കോൺഗ്രസും ആം ആദ്മി പാർട്ടിയും അവിടെ നല്ല ശത്രുതയിലാണ്. സംസ്ഥാനത്തെ കാര്യം നോക്കുമ്പോൾ ആ ഒരു ഐക്യപ്പെടൽ അവർ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളത്. പക്ഷേ അങ്ങനെ ഒരു ഐക്യപ്പെടലിൻ്റെ ആവശ്യകതയിലേക്ക് സംസ്ഥാനത്തെ കോൺഗ്രസിനെ ബോധ്യപ്പെടുത്താൻ എന്തുകൊണ്ട് കോൺഗ്രസ് നേതൃത്വത്തിനായിട്ടില്ല, അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിക്കായിട്ടില്ല? ഇപ്പോൾ കേജ്രിവാളല്ല ശത്രു, BJPയെ തോൽപ്പിക്കണമെങ്കിൽ ഒന്നിച്ച് നിന്നാലേ പറ്റുകയുള്ളൂ എന്നൊരു ബോധ്യം. എന്തായാലും അവിടെ കോൺഗ്രസ് ജയിക്കാൻ പോകുന്നില്ല. കോൺഗ്രസ് നേടുന്ന വോട്ടുകളെല്ലാം അപ്പുറത്ത് BJPയാണ് സഹായിക്കുക. ആ ഒരു തിരിച്ചറിവിലേക്ക് കോൺഗ്രസ് എത്തുന്നില്ല. അപ്പോൾ കോൺഗ്രസിൻ്റെ റോളാണ് ഇക്കാര്യത്തിൽ ഏറ്റവും പിവറ്റലായിട്ടുള്ള റോൾ കോൺഗ്രസിൻ്റെതാണ്. അത് മുന്നണി നിലനിർത്തുന്ന കാര്യത്തിലായാലും അതെ, നേതൃതലത്തിൽ കോൺഗ്രസ് ആണല്ലോ പ്രതിപക്ഷ നേതാവായി ഇപ്പോൾ നിൽക്കുന്ന രാഹുൽ ഗാന്ധിയാണല്ലോ. അപ്പോൾ രാഹുൽ ഗാന്ധി അംഗീകരിക്കാൻ മറ്റ് പാർട്ടികളും തയ്യാറാകേണ്ടതുണ്ട്. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ പിന്നീട് മഹാരാഷ്ട്രയിലെയും ഹരിയാനയിലെയും തെരഞ്ഞെടുപ്പ് ഫലം വെച്ചിട്ടാണ് ഇപ്പോൾ മറ്റുള്ളവർ തലപൊക്കി തുടങ്ങുന്നത്. അങ്ങനെ തലപൊക്കുമ്പോൾ അപ്പുറത്ത് BJP കരുത്തോടെ നിൽക്കുന്നതെന്നും BJPക്ക് മറുതന്ത്രങ്ങളുണ്ട് എന്നും ബോധ്യമാകണം. അങ്ങനെ തലപൊക്കുന്ന പാർട്ടികൾക്കൊന്നും തന്നെ സ്വന്തമായി നിൽക്കാനുള്ള ശേഷിയില്ല എന്നുള്ളത് മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പ് തെളിയിച്ചു കഴിഞ്ഞാൽ. ഇനിയിപ്പോൾ മഹാരാഷ്ട്രയിൽ അടുത്ത മുനിസിപ്പൽ തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ്. അവിടെ ആ സമയത്ത് ഉദ്ധവ് താക്കറെ എടുക്കാൻ പോകുന്ന നിലപാടെന്ന് ഒറ്റയ്ക്ക് നിൽക്കുമെന്നുള്ളതാണ്. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വരികയാണ്. ഇപ്പോൾ കശ്മീരിലാണെങ്കിൽ ഒമർ അബ്ദുള്ള പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇനി എന്തിനാണ് ഈ മുന്നണി എന്നുള്ളതാണ്, അതിൻ്റെ ആവശ്യം കഴിഞ്ഞു എന്നുള്ളതാണ്. അങ്ങനെ വ്യത്യസ്തമായ പ്രതികരണങ്ങളിൽ നിന്ന് അവിടെ നിന്ന് വരുമ്പോൾ അപ്പുറത്ത് ചിരിക്കുന്നത് ആരാണ്?
BJP ആണ്, NDA അല്ല, BJP ആണ് ചിരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൽ വളരെ കൗശലത്തോടു കൂടിയുള്ള ഒരു ഐക്യപ്പെടൽ ആ സമയത്തുണ്ടായിരുന്നു. എന്താ പറയുക, കേന്ദ്ര ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആ തന്ത്രം തുടർന്നില്ല എങ്കിൽ ഇനി അങ്ങോട്ടുള്ള മുന്നോട്ട് പോക്ക് വലിയ രീതിയിൽ ബാധിക്കും. ഡൽഹിയിൽ ഇപ്പോൾ ചെയ്തിരിക്കുന്നത് കോൺഗ്രസിൻ്റെ പിഴവ് എന്ന് തന്നെ ഞാൻ പറയും. ഈ സമയത്ത് ആം ആദ്മി പാർട്ടിയെ തന്നെ സഹായിക്കേണ്ടത്. ഇപ്പോൾ BJPയുടെ അതേ നയങ്ങളും അല്ലെങ്കിൽ എന്താ പറയുക ഒരു ഹൈന്ദവ പാർട്ടി അല്ലെങ്കിൽ BJPയുടെ ഒരു ബി പാർട്ടി എന്ന രീതിയിലൊക്കെ ആം ആദ്മി പാർട്ടി വിമർശിക്കുന്നു. പക്ഷേ ഇപ്പോൾ ഡൽഹിയിൽ യഥാർത്ഥത്തിൽ മത്സരം ആം ആദ്മി പാർട്ടിയും BJPയും തമ്മിലാണ്. ആ തരത്തിൽ BJP മനസ്സിലാക്കിക്കൊണ്ടാണ് കേജ്രിവാളിനെ ജയിലടച്ചതും. അപ്പോൾ അത് അവിടെ കേജ്രിവാളിനെതിരെ കേന്ദ്ര സർക്കാർ എടുത്ത അല്ലെങ്കിൽ മോദി സർക്കാർ എടുത്തിരിക്കുന്ന നടപടി അതൊരു വൈരത്തോടു കൂടിയുള്ള നടപടിയാണെന്ന് ഒരു സമയത്ത് ബോധ്യപ്പെടുകയും ആ ഘട്ടത്തിൽ ആം ആദ്മി പാർട്ടിക്ക് വേണ്ടി പ്രസംഗിക്കാൻ വരികയും ചെയ്ത രാഹുൽ ഗാന്ധി ഇന്ന് BJP ഉന്നയിക്കുന്ന അതേ വിമർശനങ്ങൾ ഉന്നയിച്ചുകൊണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ വോട്ട് തേടാൻ വരുമ്പോൾ അവിടുത്തെ ജനം എങ്ങനെ എന്ത് മനസ്സിലാക്കും എന്നുള്ളൊരു പ്രധാനപ്പെട്ട വിഷയം നിൽക്കുന്നു. അവിടെ പഴയ സർക്കാരിൻ്റെ ഞങ്ങളാണ് മുമ്പ് ഭരിച്ചതെന്ന് എന്ന തോന്നൽ മാത്രം പോരാ, നിങ്ങൾ എങ്ങനെ പുറത്തുപോയി എന്നുള്ള കാര്യം കൂടി, അതും അഴിമതിയായിരുന്നു. അതെ, അഴിമതിക്കെതിരെയാണ്, ഡൽഹി സർക്കാരിൻ്റെ അഴിമതിക്കെതിരെയാണ്. തീർച്ചയായും അതാണ്, അങ്ങനെയാണ് ആം ആദ്മി പാർട്ടി വരികയും ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ ബോധ്യം കോൺഗ്രസ് എടുത്തില്ല എന്നുള്ള കോൺഗ്രസിൻ്റെ പിഴവായിട്ടാണ് ഞാൻ അതിനെ കാണുന്നത്. ഞാൻ ഇന്ത്യ മുന്നണിയെ കാണുന്നത് ഒരു ലോക്സഭാ ഇലക്ഷൻ വാർ റൂം എന്ന നിലയിൽ മാത്രമാണ്. അതിനുശേഷം അതിന് തിരഞ്ഞെടുപ്പിന് വലിയ തന്ത്രങ്ങൾ ആവിഷ്കരിക്കാൻ സാധിച്ചിട്ടില്ല. തിരഞ്ഞെടുപ്പിന് ശേഷമാവട്ടെ പാർലമെന്റിലും തന്ത്രങ്ങൾ ആവിഷ്കരിക്കാൻ ഇന്ത്യ മുന്നണിക്ക് കഴിയാതെ പോയിട്ടുണ്ട്. ഇന്ത്യ മുന്നണിയെ ഒരു അലയൻസായി, ഒരു ലോങ് ടേം അലയൻസായി ഞാൻ കാണുന്നില്ല. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തിരഞ്ഞെടുപ്പിന് വേണ്ടി മാത്രം രൂപീകരിച്ചിരിക്കുന്ന ഒരു ലോക്സഭാ ഇലക്ഷൻ വാർ റൂം മാത്രമായിരുന്നു ഇന്ത്യ മുന്നണി എന്നാണ് ഇപ്പോൾ കാര്യങ്ങൾ ബോധ്യപ്പെടുന്നത്. ഞാൻ രണ്ടു നേതാക്കളുടെ പ്രതികരണങ്ങൾ വായിക്കാം. ഒന്ന്, നേരത്തെ സൂചിപ്പിച്ച നാഷണൽ കോൺഫറൻസിലെ ഒമർ അബ്ദുള്ള 3 ചോദ്യങ്ങൾ ചോദിക്കുന്നു. ഹൂ വിൽ ലീഡ്? ആരാണ് ഈ മുന്നണിയെ നയിക്കുക? രണ്ടാമത് ചോദിക്കുന്നു, വാട്ട് ഈസ് റെലവൻസ് ഓഫ് ദിസ് അലയൻസ്? എന്താണ് ഈ അലയൻസിൻ്റെ ഇപ്പോഴത്തെ പ്രാധാന്യം എന്താണ്? ഇനി ചോദിക്കുന്നു, ഇനി എങ്ങനെയാണ് ഈ അലയൻസ് മുന്നോട്ട് പോകാൻ പോകുന്നത്? എന്താണ് ഈ അലയൻസിൻ്റെ അജണ്ട? ചോദിക്കുന്നത് ആരാ? ഈ അലയൻസിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കക്ഷിയുടെ, അതും ജമ്മു കാശ്മീർ ഭരിക്കുന്ന ഒരു കക്ഷിയുടെ നേതാവാണ് ഒമർ അബ്ദുള്ള ചോദിക്കുകയാണ്. ജമ്മു കാശ്മീരിൽ 32 സീറ്റിൽ 6 സീറ്റ് അതാണ് ഞാൻ പറയുന്നത്. ആ ജമ്മു കാശ്മീരിൻ്റെ രാഷ്ട്രീയ സ്ഥിതി കൂടി ഒന്ന് പരിശോധിച്ച് നോക്കണം. നേരത്തെ സ്മൃതി പറഞ്ഞതുപോലെ ജമ്മു കാശ്മീരിൽ താഴ്വരയിൽ 32 സീറ്റിൽ മത്സരിച്ച് 6 സീറ്റുകളിൽ മാത്രമാണ് കോൺഗ്രസ് വിജയിച്ചത്. അവിടെ 27 സീറ്റുകളിൽ വിജയിച്ചിരിക്കുന്നത് ആരാ? അവിടെ വിജയിച്ചിരിക്കുന്നത് BJP. അതായത് BJPയുമായിട്ട് നേരിട്ട് ഏറ്റുമുട്ടിയ താഴ്വരയിൽ 6 സീറ്റുകളിലേക്ക് ഒതുങ്ങി. അതും കഴിഞ്ഞ തവണ 12 സീറ്റ് ഉണ്ടായിരുന്നതിൽ 6 സീറ്റ് നഷ്ടപ്പെട്ടു. എന്നാൽ അതേസമയം നാഷണൽ കോൺഫറൻസ് നില മെച്ചപ്പെടുത്തി 27 സീറ്റാണ് കൂട്ടിയിരിക്കുന്നത് കഴിഞ്ഞ തവണത്തെ അപേക്ഷിച്ച്. അതായത് ജമ്മു കാശ്മീരിൽ നാഷണൽ കോൺഫറൻസ് നില 27 സീറ്റ് കൂട്ടുമ്പോൾ 6 സീറ്റ് ജമ്മു കാശ്മീരിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് നഷ്ടപ്പെടുന്നുണ്ട്. ആ നാഷണൽ കോൺഫറൻസ് എന്നിട്ടും സഖ്യകക്ഷിയായിട്ട് കോൺഗ്രസിനെ കൂട്ടി മന്ത്രിസ്ഥാനമടക്കം വാഗ്ദാനം ചെയ്തു. ജമ്മു കാശ്മീരിൽ ഒരു ഇന്ത്യ മുന്നണി എന്ന പേരിലുള്ളൊരു സഖ്യം ഭരിക്കുന്നുണ്ട്. ആ സഖ്യത്തിൻ്റെ നേതാവായ ഒമർ അബ്ദുള്ള ചോദിക്കുന്നു, ഇനി ഈ മുന്നണി എങ്ങോട്ട് പോകണം? ആർക്കും ഒരു ഐഡിയയുമില്ല. ഈ മുന്നണി ഇപ്പോഴുണ്ടോ എന്നതുപോലും നിശ്ചയമില്ല എന്ന് പറയുന്നത് നാഷണൽ കോൺഫറൻസ് ലീഡർ ഒമർ അബ്ദുള്ളയാണ്. ഇനി തേജസ്വി യാദവ് പറഞ്ഞു, ഇതൊരു ലോക്സഭാ ഇലക്ഷന് വേണ്ടിയിട്ടുള്ള പൊളിറ്റിക്കൽ അറേഞ്ച്മെൻറ്റ് മാത്രമായിരുന്നു, അതിനി രാഷ്ട്രീയ പ്രാധാന്യം ഇപ്പോഴില്ല എന്ന് തേജസ്വി യാദവ് പറഞ്ഞു കഴിഞ്ഞു. അതിൻ്റെ ഭാഗമായിട്ടാണ് ലല്ലു പ്രസാദ് യാദവ് പറഞ്ഞത്, ഈ ഇന്ത്യ മുന്നണി നയിക്കാൻ മമതാ ബാനർജി വരട്ടെ. ശരത് പവാർ പറഞ്ഞു, മമതാ ബാനർജി മികച്ച കഴിവുള്ള നേതൃയാണ് എന്ന് പറയുന്നു. അത് മമതാ ബാനർജി എൻജോയ് ചെയ്യുകയും ആസ്വദിക്കുകയും ചെയ്ത് നമ്മൾ കണ്ടു. അത് ശിവസേന പറയുന്നു. ഇനി മാത്രവുമല്ല, നോക്കൂ, ഇത് ഈ ലാലു പ്രസാദ് യാദവിൻ്റെ വീട്ടിലേക്ക് അടുത്തിടെ എനിക്കൊന്ന് കഴിഞ്ഞ ജനുവരി 18-ാം തീയതിയാണെന്ന് തോന്നുന്നു രാഹുൽ ഗാന്ധി ഒരു സന്ദർശനം നടത്തുന്നുണ്ട്. ഈ പൊളിറ്റിക്കൽ ഡാമേജ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. കാര്യം രാഹുൽ ഗാന്ധി ഇന്ത്യ മുന്നണിയിൽ ഏറെക്കുറെ അപ്രിയനായിരിക്കുന്നു എന്നുള്ളത് രാഹുൽ ഗാന്ധിക്ക് അറിയാം, മുതിർന്ന നേതാക്കൾ. അതിനൊരുപാട് ഘടകങ്ങളുണ്ട്. അപ്പോൾ ചുരുക്കത്തിൽ ഈ തിരഞ്ഞെടുപ്പിൽ, ലോക്സഭാ തിരഞ്ഞെടുപ്പിലേക്ക് വേണ്ടി മാത്രം രൂപീകരിച്ചിരിക്കുന്ന ഒരു ഇലക്ഷൻ വാർ റൂം മാത്രമായിരുന്നു ഇന്ത്യ മുന്നണി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സംസ്ഥാന തിരഞ്ഞെടുപ്പുകളിലേക്ക് വരുമ്പോൾ ഉണ്ണി ബാലകൃഷ്ണൻ അത് വിലയിരുത്തിയതുപോലെ പ്രാദേശിക രാഷ്ട്രീയ പാർട്ടികളുടെ താല്പര്യങ്ങൾക്ക് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്നും ഒരു തടസ്സമാണ്. അവരുടെ എക്സ്പാൻഡബിലിറ്റി എന്ന് മാത്രമല്ല, അവരുടെ എക്സിസ്റ്റൻസ് തന്നെയാണ് പ്രശ്നം. അതായത് പ്രാദേശിക രാഷ്ട്രീയ കക്ഷികളുടെ എക്സിസ്റ്റൻസ് പറയുന്നത് കോൺഗ്രസ് വിരോധത്തിലാണെന്നേ. നിങ്ങൾ നോക്കൂ, കേരളത്തിൽ CPM വളരണമെന്നുണ്ടെങ്കിൽ CPM-ഉം കോൺഗ്രസും തമ്മിൽ അലയൻസ് ഉണ്ടാക്കാൻ സാധ്യമാണോ? ഇനി വെസ്റ്റ് ബംഗാളിൽ തൃണമൂൽ കോൺഗ്രസ് വളർന്നത് BJPയുടെ വോട്ട് വാങ്ങിയിട്ടാണോ? അല്ലല്ലോ. അവിടെ ലെഫ്റ്റ് തകരുമ്പോൾ
തൃണമൂൽ കോൺഗ്രസിലേക്ക് കൂടുതൽ ആളുകൾ പോകുന്നത് എവിടെ നിന്നാ? കോൺഗ്രസ് ബാസ്റ്റീനിൽ നിന്നാണ്. LDF-ൽ നിന്ന് കുറച്ച് അണികൾ പോയിരിക്കുന്നത് BJP-യിലേക്കാണ്. അതേസമയം കോൺഗ്രസിൽ നിന്ന് ആളുകൾ കൂടുതൽ വന്നേക്കുന്നത് തൃണമൂൽ കോൺഗ്രസിലേക്കാണ്. അതായത് കോൺഗ്രസ് ചീഞ്ഞാൽ മാത്രം അത് വളമായി മാറുന്ന രാഷ്ട്രീയ കക്ഷികൾ നമ്മളുടെ പ്രാദേശിക രാഷ്ട്രീയ കക്ഷികളായി ഇന്ത്യയിലുണ്ട്. വിവിധ സംസ്ഥാന കക്ഷികളായിട്ട് ഇന്ത്യയിലുണ്ട്. സമാജ്വാദി പാർട്ടി ഉത്തർപ്രദേശിൽ, RJD ബീഹാറിൽ, അതേപോലെ കേരളത്തിൽ CPIM, തമിഴ്നാട്ടിൽ പക്ഷേ കാര്യങ്ങൾ വ്യത്യസ്തമാണ്. അവിടെ DMK കുറച്ചുകൂടി അക്കോമഡേറ്റീവാണ്. പക്ഷേ അവിടെയും ഒരു പരിധിക്കപ്പുറത്തേക്ക് DMK കോൺഗ്രസിന് വലിയ പ്രാധാന്യം കൊടുക്കുന്നില്ല. രാഹുൽ അംഗീകരിക്കുന്നപ്പോൾ DMK മാത്രമേ ഉള്ളൂ. ഒരു പക്ഷേ അതാണ് ഇനി അതിലെ കൗതുകകരമായ കാര്യം. കോൺഗ്രസ് ഇല്ല. ഈ നോക്കൂ, 2026 നടക്കാൻ പോകുന്നത് 5 തിരഞ്ഞെടുപ്പുകളാണ്. കേരളത്തിൽ തിരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നു. കേരളത്തിൽ ഇന്ത്യ മുന്നണി ഇല്ലല്ലോ, ഇല്ല. തമിഴ്നാട്ടിലും പുതുച്ചേരിയിലും ഒരുപക്ഷെ ഇന്ത്യ മുന്നണി എന്ന നിലയിൽ മത്സരിച്ചേക്കാം. പിന്നീടുള്ളത് വെസ്റ്റ് ബംഗാളാണ്. വെസ്റ്റ് ബംഗാളിൽ ഇന്ത്യ മുന്നണി ഇല്ല. പിന്നീടുള്ളത് ആസാമാണ്. ആസാമിലും ഇന്ത്യ മുന്നണി അസച്ച് പ്രവർത്തിക്കാൻ സാധ്യത നിലവിൽ കാണില്ല. കാര്യം ആം ആദ്മി പാർട്ടിയുമായിട്ട് അടിയാണ്. അവിടെ ആം ആദ്മി പാർട്ടിക്ക് ചെറിയ സ്വാധീനമുണ്ട്, ചെറിയ മേഖലകളിൽ മത്സരിക്കേണ്ടതാണ്. പക്ഷെ അതാണ് നിലവിൽ അത്തരം വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പുകളിൽ. ബീഹാറിൽ ഒക്ടോബറിൽ ഇന്ത്യ മുന്നണി പ്രവർത്തിക്കുമോ ഇല്ലയോ എന്നിപ്പോൾ നമുക്ക് പറയാൻ കഴിഞ്ഞിട്ടില്ല. അവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ RJD ഇന്റർനാഷണൽ കോൺഗ്രസിനെ ഒഴിവാക്കണമെന്ന രാഷ്ട്രീയമായിട്ടുള്ള സീറ്റ് കൊടുക്കില്ല. ഈ സീറ്റ് ബാർഗൈനിങ്, RJDയുടെ എക്സ്പാൻഷൻ എന്ന് പറയുന്നത് ഇത്തവണ കൂടി RJD അധികാരത്തിലില്ലെങ്കിൽ കേരളത്തിൽ നമ്മൾ പറയുന്നത് പോലെ UDF-ന്റെ അവസ്ഥ പറയുന്നത് പോലെ തീർന്നു RJD. അതുകൊണ്ട് തന്നെ കാര്യം കേന്ദ്രത്തിലും സംസ്ഥാനത്തിലും ഭരണമില്ലാതെ ഒരു കാരണവശാലും RJD പോലും പാർട്ടിക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ല. അങ്ങനെ ഒരു തെരഞ്ഞെടുപ്പിന്റെ സമ്മർദ്ദം ഇന്ത്യ മുന്നണിയിലുണ്ട്. സംസ്ഥാന തെരഞ്ഞെടുപ്പുകളിൽ ആ അർത്ഥത്തിൽ ഇന്ത്യ മുന്നണി പ്രവർത്തിക്കാനുള്ള സാധ്യതയും ഞാൻ കാണുന്നില്ല. എന്തുകൊണ്ടായിരിക്കും ഇന്ത്യ മുന്നണി നിർവീര്യമാകാനുള്ള സാധ്യത? എളുപ്പത്തിൽ 3 കാര്യങ്ങൾ പറയാം. ഒന്ന്, സംഘടനാപരമായതിൻ്റെ ദൗർബല്യം. നേരത്തെ സൂചിപ്പിച്ചതുപോലെ അതൊരു ലോങ് ടേം അലയൻസായി പ്രവർത്തിക്കാൻ ഉദ്ദേശിച്ചുകൊണ്ട് സ്ഥാപിതമായതല്ല. തുടക്കം മുതൽ തന്നെ കല്ലുകടിയുണ്ട്. അതിലെ സ്ഥാപനം, അതിന് നേതൃത്വം നൽകിയ ആൾ തന്നെ പിന്നീട് മുന്നണി വിട്ട് മറ്റൊരു മുന്നണിയിലേക്ക് പോകുന്നത് കണ്ടു, നിതീഷ് കുമാർ. എന്നാൽ അതിനുശേഷം തിരഞ്ഞെടുപ്പിന് ശേഷം പാർലമെന്റിൽ എന്തെങ്കിലും തന്ത്രങ്ങൾ ആവിഷ്കരിക്കാൻ കഴിയാതെ പോയി. അതാണ് നേരത്തെ സൂചിപ്പിച്ച ഫ്ലോർ മാനേജ്മെന്റ്. എന്ത് ഫ്ലോർ മാനേജ്മെന്റ് ആയിരുന്നു ഇന്ത്യ മുന്നണിക്ക്? ഒന്നും ഉണ്ടായിരുന്നില്ല. വിന്റർ സെഷൻ ആയിരുന്നു യഥാർത്ഥത്തിൽ ഈ ഇന്ത്യ മുന്നണിയുടെ കരുത്ത് തെളിയിക്കേണ്ട രാഷ്ട്രീയ അവസരം. ആ രാഷ്ട്രീയ അവസരം കോൺഗ്രസ് മുതലെടുക്കാൻ ശ്രമിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നോക്കൂ, എത്രയെത്ര വിഷയങ്ങളാണ്. സംഭൽ വിഷയം സമാജ്വാദി പാർട്ടി പറഞ്ഞു, സംഭല വിഷയം സഭയിൽ ഉയർത്തണം. MSP വിഷയം ഉയർത്തണമെന്ന് ഇടതുകക്ഷികൾ പറഞ്ഞു, അത് ഉയർത്തിയില്ല. മണിപ്പൂർ വിഷയം ഉയർത്തണമെന്ന് RJDയും സമാജ്വാദി പാർട്ടിയും പറഞ്ഞു, അത് ഉയർത്തിയില്ല. പകരം ഒരൊറ്റ വിഷയത്തിൽ നിന്നും രാഹുൽ ഗാന്ധി അദാനി. അതുകൊണ്ട് തന്നെ എന്ത് സംഭവിച്ചു? അവിടെ നടന്ന വാക്കൗട്ടുകളും അവിടെ നടന്ന അടിയന്തര പ്രമേയ ചർച്ചകളും എല്ലാം അദാനി ഫോക്കസ് ആയിട്ട് മാറുന്ന ഒരു സാഹചര്യം ഉണ്ടാവുന്നു. അത് ഫ്ലോർ മാനേജ്മെന്റിന്റെ പരാജയമാണെന്ന് ബോധ്യമായി. സീറ്റിംഗ് അറേഞ്ച്മെന്റ് നോക്കൂ. സമാജ്വാദി പാർട്ടിയിലെ അഖിലേഷ് യാദവിന് കൊടുത്തിരിക്കുന്ന അപ്രധാനമായ സീറ്റാണ്. മാത്രമല്ല കൂടുതൽ SP നേതാക്കന്മാരെ ആദ്യ സീറ്റിലേക്ക് കൊണ്ടുവന്നിട്ടില്ല. ഇതൊക്കെ തങ്ങളോടുള്ള അവഗണനയാണെന്ന് സമാജ്വാദി പാർട്ടി തിരിച്ചറിയുന്ന സാഹചര്യം ഉണ്ടാവുന്നു. ഫ്ലോർ മാനേജ്മെന്റ് പാളുന്നു, സീറ്റിംഗ് അറേഞ്ച്മെന്റ് പാളുന്നു, അതിനുശേഷമുള്ള സ്ട്രാറ്റജികൾ പാളുന്നു. അതിനുശേഷമാണ് നോക്കൂ, ഒരു കോർഡിനേഷൻ കമ്മിറ്റി പോലും വിളിച്ചുകൂട്ടാൻ രാഹുൽ ഗാന്ധിക്ക് സാധിച്ചിട്ടില്ല എന്നുള്ളത്. അത് കഴിഞ്ഞിട്ടാണ് തിരഞ്ഞെടുപ്പിലേറ്റ പരാജയം സമ്മാനിക്കുന്ന ആത്മവിശ്വാസക്കുറവ്. ഒരു വലിയ കൺഫ്യൂഷനുണ്ട്. നേരത്തെ തിരഞ്ഞെടുപ്പിന്, ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് 4 തെരഞ്ഞെടുപ്പ് നടക്കുന്നു, ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം 4 തെരഞ്ഞെടുപ്പ് നടക്കുന്നു. ജാർഖണ്ഡ് മുക്തി മോർച്ചയിൽ 34 സീറ്റുകളാണ് JMM നേടുന്നത്. 16 സീറ്റുകൾ മാത്രമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നേടുന്നത്. പക്ഷേ അവിടെ ഭരണത്തിന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് പിന്തുണ വേണം, 41 സീറ്റ് വേണം. അതുകൊണ്ട് മാത്രമാണ് അവിടെ JMM ഇന്ത്യൻ നാഷണൽ കോൺഗ്രസുമായിട്ട് സഖ്യമായി നിൽക്കുന്നത്. പക്ഷേ അവിടെയും JMM തന്നെയാണ് ലീഡ് ചെയ്യുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ ഒമർ അബ്ദുള്ളയുടെ നാഷണൽ കോൺഫറൻസ് ആണ് ജമ്മു കാശ്മീരിൽ ലീഡ് ചെയ്യുന്നത്. ഇതൊഴിച്ചു നിർത്തിയാൽ വേറെ എവിടെയെങ്കിലും ഒറ്റയ്ക്ക് BJP-യുമായി പോരാടുന്ന ഇടങ്ങളിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് കളം പിടിക്കാൻ പറ്റിയോ? ഒരിടത്തും പറ്റിയില്ലല്ലോ. മഹാരാഷ്ട്രയിൽ പറ്റിയില്ല, അതേപോലെ ഹരിയാനയിൽ പറ്റിയില്ല. ഇത് സൃഷ്ടിക്കുന്ന ഒരു കൺഫ്യൂഷൻ എന്ന് പറയുന്നത് ബാർഗൈനിങ് പവർ ഓഫ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഹാസ് ബീൻ ഡിക്രീസ്ഡ്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് 101 സീറ്റുകൾ ലോക്സഭയിൽ ഉണ്ടെങ്കിൽ പോലും ഇന്ത്യയിലെ പ്രാദേശിക കക്ഷികളുമായി സംസ്ഥാന തലത്തിലുള്ള അവരുടെ ബാർഗൈനിങ് പവർ എന്നുള്ളത് വളരെ ദുർബലമായി കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അതിനെ തിരിച്ചു കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ ഇതിന് മൊത്തത്തിൽ റിയലൈൻ ചെയ്യേണ്ടതുണ്ട്. നിലവിൽ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഇന്ത്യ മുന്നണിക്ക് ആ അർത്ഥത്തിലുള്ള ആത്മവിശ്വാസം നേടി, ഘടകകക്ഷികളുടെ പ്രാദേശിക കക്ഷികളുടെ ആത്മവിശ്വാസം നേടി മുന്നോട്ട് പോകുന്നതിന് ഇനിയും ഹോംവർക്കുകൾ ഒരുപാട് ചെയ്യേണ്ടി വരുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഘടനാപരമായി തന്നെ ഇന്ത്യ മുന്നണി ഒരു ലോങ് ടേം പൊളിറ്റിക്കൽ അലയൻസ് ആയിരുന്നില്ല, അതൊരു ഷോർട്ട് ടേം ഇലക്ടറൽ അഡ്ജസ്റ്റ്മെന്റ് ആയിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിനെ അലയൻസ് എന്ന് പോലും ഞാൻ വിളിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ബട്ട് റാദർ ഇതൊരു ലോക്സഭാ ഇലക്ഷൻ അറേഞ്ച്മെന്റ് ആയിരുന്നു. ഒരു വാർ റൂമിന്റെ പ്രത്യേകത മാത്രമാണ് ഇന്ത്യ മുന്നണിക്ക് ഉണ്ടായിരുന്നത്. പക്ഷേ രാഷ്ട്രീയമായി, പൊളിറ്റിക്കലി ഈ ഇന്ത്യ മുന്നണി എന്നുള്ളത് വളരെ പ്രാധാന്യമുണ്ട്. അതിന് വളരെ ഇനി അത് വരാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ
തെരഞ്ഞെടുപ്പിലും ലോക്സഭയിൽ നടക്കാൻ പോകുന്ന ചർച്ചകളിലുമൊക്കെ പ്രതിഫലിക്കുമോ എന്നുള്ളതാണ് കണ്ടറിയേണ്ടത്. ചുരുങ്ങിയ പക്ഷം ലോക്സഭയിലെ ഫ്ലോർ മാനേജ്മെൻറ്റിലെങ്കിലും ഒരു ഒപ്പോസിഷൻ യൂണിറ്റി എന്ന നിലയിൽ ഇന്ത്യ മുന്നണി പ്രവർത്തിക്കേണ്ടതുണ്ട്, അഥവാ ഒരു പാർലമെൻ്ററി പാർട്ടി മുന്നണി എന്ന നിലയിൽ പ്രവർത്തിക്കേണ്ടതുണ്ട്. പക്ഷേ അതിന് അടിയന്തരമായി വേണ്ടത് അവർ ഏകോപനം കൂടുക, ആ ഒരു കോർഡിനേഷൻ കമ്മിറ്റി മീറ്റിംഗ് കൂടുക എന്നുള്ളതാണ്. നിലവിലത് സാധ്യമായിട്ടില്ല. പരസ്പരം പോർ വിളിച്ച് നിൽക്കുന്ന ആം ആദ്മി പാർട്ടിക്കും ഇന്ത്യ മുന്നണിക്കും നോക്കൂ, ആം ആദ്മി ആപ്കി പാപ് എന്ന് പറഞ്ഞുകൊണ്ട് ഡോക്യുമെൻ്റ് റിലീസ് ചെയ്തു. ആം ആദ്മി പാർട്ടിയുടെ പാപങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് ഡോക്യുമെൻ്റ് റിലീസ് ചെയ്യുന്നത് ആ ആം ആദ്മി പാർട്ടിയുടെ കരം പിടിച്ച് ലോക്സഭയെ നേരിട്ട രാഹുൽ ഗാന്ധിയാണ്. ആ പാപങ്ങൾ എണ്ണി എണ്ണി പറഞ്ഞുകൊണ്ട് അജയമാക്കാനിരിക്കുന്നു. പഞ്ചാബിലെ റാഡിക്കലിസം വളർത്തിയില്ലേ നിങ്ങൾ? അംബേദ്കറിന്റെ പ്രതിമ നിങ്ങൾ സൂക്ഷിച്ചു. ഈ എക്സൈസ് പോളിസിയുമായി ബന്ധപ്പെട്ട് ആദ്യം അലിഗേഷൻ കൊണ്ടുവരുന്നത് ഗവർണർ തന്നെയാണ് കൊണ്ടുവരുന്നത്. ഇതിന് അരവിന്ദ് കെജ്രിവാൾ ജയിൽ പോകാനുള്ള കാരണം തന്നെ കോൺഗ്രസിന്റെ ഭരണകാലത്ത് ഉണ്ടായിരുന്ന ഗവർണറുടെ നീക്കമാണ്. അത് പിന്നീട് BJP ഏറ്റെടുക്കുക ചെയ്യുന്നത്. അതാണ് പിന്നീട് CBI അന്വേഷണത്തിലേക്കും ED അന്വേഷണത്തിലേക്കും ഒക്കെ പോകുന്നത്. ഇപ്പോഴും അത് തന്നെയാണ്. BJPയേക്കാൾ ആം ആദ്മി പാർട്ടി ആ അർത്ഥത്തിൽ എതിർക്കുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണെന്ന് നിലവന്നാൽ ഇനി മുന്നോട്ടുള്ള പോക്കിൽ അതിനൊരു സാധ്യത, ഒരു ലോങ് ടേം സാധ്യത ഞാൻ കാണുന്നില്ല. നിലവിലത്തെ സാഹചര്യത്തിൽ നിർവീര്യമായി കൊണ്ടിരിക്കുകയാണ് ഇന്ത്യ മുന്നണി എന്നുള്ളതാണ് എൻ്റെ ടേക്ക്. മീഡിയ എഡിറ്റേഴ്സ് തുടരുന്നു. ഇന്ത്യ മുന്നണി നിർവീര്യമോ എന്നാണ് ചോദ്യം. ആൻഡോ, ഞാൻ വിചാരിക്കുന്നത് ഇന്ത്യ മുന്നണി ഇനി അടഞ്ഞ അധ്യായമാണെന്നുള്ളത്. കാരണം 2024 ഇലക്ഷന് വേണ്ടിയിട്ട് മാത്രം തുടങ്ങിയ ഒരു സംവിധാനം, അത് അരുൺ സാർ പറഞ്ഞതുപോലെ തന്നെ ഒരു വാർ റൂമായിട്ട് പ്രവർത്തിച്ചു. അതിൻ്റെ അകത്ത് പ്രാദേശിക പാർട്ടികളെ മുഴുവൻ കൂട്ടി നിർത്താൻ പറ്റുന്നവരെ കൂട്ടി നിർത്തി. അതിനേക്കാൾ അപ്പുറം അത് പ്രവർത്തിക്കാൻ ശരിക്കും പറഞ്ഞാൽ ഇന്ത്യ മുന്നണിക്ക് കഴിയില്ല. കാരണം അതിന് നേതൃത്വം വഹിക്കാൻ കോൺഗ്രസിന് കഴിയുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ സത്യം. പണ്ട് കാലങ്ങളിലെല്ലാം കോൺഗ്രസ്സിന് പ്രാദേശിക പാർട്ടികളെ കൂട്ടി നിർത്താനുള്ള ഒരു കഴിവ്, ഒരു പ്രാപ്തി ഉണ്ടായിരുന്നു. ഇന്നത്തെ കോൺഗ്രസ്സിന് അതിനുള്ള ഒരു പ്രാപ്തിയുള്ള നേതാക്കന്മാരുണ്ടോ എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത്. പണ്ടത്തെ നേതാക്കന്മാർ വളരെ സ്ട്രോങ് ആയി നിലപാടെടുക്കുകയും അവരെ കൂട്ടിപ്പിടിക്കുകയും ഇന്ത്യയിൽ കോൺഗ്രസ്സിന് BJPയെക്കാളും വലിയൊരു അസ്തിത്വമുള്ള കാലത്തായിരുന്നു ഈ പറയുന്ന കോൺഗ്രസ് വലിയ രീതിയിൽ പ്രാദേശിക പാർട്ടികളെ കൂട്ടിപ്പിടിച്ച് നിർത്താൻ പറ്റി. പക്ഷേ ഇപ്പം അത് കഴിയാൻ സാധ്യത വളരെ കുറവാണ് എന്നുള്ളതാണ് സത്യം. ഞാൻ വിചാരിക്കുന്നത് ഈ പ്രാദേശിക പാർട്ടികളെ കൂട്ടിപ്പിടിക്കാൻ ഏറ്റവും വേണ്ടത് അവരെ വിശ്വാസത്തിലെടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോഴത്തെ കോൺഗ്രസ് എന്താ ചെയ്യുന്നത്? ഇരട്ടത്താപ്പിൻ്റെ കൂത്തരങ്ങാണ് കോൺഗ്രസ് ഇവിടെ ഒന്ന് പറയും, അത് കഴിഞ്ഞ് ഡൽഹിയിൽ പോകുമ്പോൾ വേറെ എന്ന് പറയും, കർണാടകയിൽ ചെല്ലുമ്പോൾ വേറെ എന്ന് പറയും, മഹാരാഷ്ട്രയിൽ ചെല്ലുമ്പോൾ പറഞ്ഞു. ഓരോ ഇലക്ഷനും ഓരോ തീരുമാനങ്ങളാണ് കോൺഗ്രസ് സംബന്ധിച്ചിടത്തോളം. അങ്ങനെ ഒരു നിലപാടെടുക്കാൻ ശരിക്കും പറഞ്ഞാൽ കോൺഗ്രസ് കഴിയില്ല. കാരണം എന്താണ്? അവരെപ്പോഴും ഒരു പ്രാദേശിക പാർട്ടികളെ കൂട്ടി നിർത്തി മാത്രം അധികാരത്തിൽ വന്നിട്ടുള്ളൊരു പാർട്ടിയാണ്. BJP അങ്ങനെയല്ല. BJP ഒറ്റക്കക്ഷിയായി മത്സരിച്ച് ജയിച്ചു വരുന്ന പാർട്ടിയാണ്. അവർക്ക് വല്ലപ്പോഴും ഇപ്പം തന്നെ 2024 ഇലക്ഷൻ തന്നെ 2 പാർട്ടിയുടെ ആവശ്യം മാത്രമേ BJP സംബന്ധിച്ചിടത്തോളം വന്നിട്ടുള്ളൂ. കോൺഗ്രസിന് അങ്ങനെ അധികാരത്തിൽ വരാൻ പറ്റുമോ? കോൺഗ്രസിന് ഏറ്റവും കുറഞ്ഞ് 10-15 പാർട്ടികൾ അധികാരമില്ലാതെ, അതിന് സപ്പോർട്ടില്ലാതെ കോൺഗ്രസിന് അധികാരം വരാൻ പറ്റില്ല എന്നുള്ളതാണ്. ഇപ്പോൾ തന്നെ നോക്ക്, ഇന്ത്യ മുന്നിൽ ആരൊക്കെയാണ്? SP, തൃണമൂൽ, DMK, ശിവസേന, NCP, RJD, CPIM, ആം ആദ്മി, ലീഗ്, JMM, CPI, VCK, CPI എന്ന് പറഞ്ഞിട്ട് ഒരു 28 പാർട്ടികളാണ്. ഈ പാർട്ടികൾ ഏതെങ്കിലും ഒരു പാർട്ടി, ഞാൻ പറയുന്നത് നമ്മുടെ തമിഴ്നാട് DMKനെ മാത്രം മാറ്റി നിർത്തിക്കോളൂ. വേറെ ഏതെങ്കിലും ഒരു പാർട്ടി ഈ രാഹുൽ ഗാന്ധിനെയോ കോൺഗ്രസിനെയോ അവരുടെ നേതാവായി കാണുന്നുണ്ടോ? ഒരാൾ പോലും കാണുന്നില്ല. അങ്ങനെ കാണാത്ത ഒരാൾക്ക് എങ്ങനെയാണ് അങ്ങനെ ഒരു കോൺഗ്രസിനെ ഈ പറയുന്ന പ്രാദേശിക പാർട്ടികളെ നയിക്കാൻ പറ്റുക? ഒരു കാരണവശാലും പറ്റില്ല എന്നുള്ളതാണ്. അതിന് ആദ്യം ഒരു മാറ്റം ഉണ്ടാകുന്നത്, ഇരട്ടത്താപ്പ് മാറ്റണം. ഇവരാരാണ് ശത്രു എന്നുള്ളത് ആദ്യം നിശ്ചയിക്കണം. കോൺഗ്രസിൻ്റെ ശത്രു BJP ആണോ പ്രാദേശിക പാർട്ടികളാണോ എന്നുള്ളത് ആദ്യം നിശ്ചയിക്കണം. എന്താണ് ഇപ്പം ഞാൻ ചോദിക്കട്ടെ, ഇനിയിപ്പം ഡൽഹിയിൽ കോൺഗ്രസും BJPയും ആം ആദ്മി പാർട്ടിയും മത്സരിച്ചു നോക്കുക. കോൺഗ്രസിന് എത്ര സീറ്റാണ് കിട്ടാൻ പോകുന്നത്? ഒരു 10 സീറ്റ് കിട്ടിയാലോ? ഇനി ആ 10 സീറ്റ് കിട്ടിയത് കൊണ്ട് വല്ല കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. BJP അവിടെ ജയിക്കും. കാരണം അവിടെ എന്താണ്, വോട്ട് ഷെയറിൽ വലിയ ഭിന്നിപ്പുണ്ടാക്കും. 10-25% വോട്ട് അവിടെ നിന്ന് വലിച്ചിട്ട് ആർക്ക് പിന്നെ അത് ആം ആദ്മിക്ക് കിട്ടേണ്ട ഒരു 20-25% വോട്ട് ഇവർ വലിച്ചിട്ട് BJPനെ ജയിക്കാനുള്ള സാധ്യത ഉണ്ടാക്കും എന്നുള്ളത്. അപ്പോൾ ആരാണ് ഇവരുടെ ശത്രു? പ്രാദേശികമായി BJP ആണോ, അല്ലെങ്കിൽ പിന്നെ രാജ്യത്തോടൊപ്പമുള്ള BJPക്കെതിരെയാണോ അവർ ഫൈറ്റ് ചെയ്യുന്നത്? ആം ആദ്മി പാർട്ടിക്കെതിരെയാണോ അവർ ഫൈറ്റ് ചെയ്യുന്നത്? അതിനൊരു നിലപാട് ആം ആദ്മി എടുത്തില്ലെങ്കിൽ ഇവരെടുക്കണം, കോൺഗ്രസ് എടുക്കണം. ആം ആദ്മിക്ക് അവരെ സംബന്ധിച്ചോളം അവർക്ക് സിംഗിൾ പാർട്ടിയേ ഉള്ളൂ. അവരെ പിന്നെ ഡൽഹിയിൽ മാത്രം ആ പാർട്ടി പിടിച്ചു നിൽക്കുന്നത്. അവിടെ അവർക്ക് ആ നിലപാടെടുക്കാതിരിക്കാൻ പറ്റില്ല. കാരണം പഞ്ചാബിലും പക്ഷേ അത് ആ നിലപാട് അവർക്ക് എടുക്കാൻ പറ്റില്ല. ഇപ്പോൾ കേരളത്തിൽ ഇപ്പോൾ CPMും കോൺഗ്രസും
പിന്നെ ഇന്ത്യ മുന്നണിയുടെ ഭാഗമാണ് എന്ന് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ ഇടതുപക്ഷവും കോൺഗ്രസും ഇന്ത്യ മുന്നണിയുടെ ഭാഗമാണെന്ന് പറഞ്ഞിട്ട് അവർക്ക് രണ്ട് നിലപാടിലേ എടുക്കാൻ പറ്റുള്ളൂ. ഒരു നിലപാടെടുക്കാൻ പറ്റുമോ? ഇതേ സംവിധാനം തന്നെയല്ലേ ഡൽഹിയിലും. പക്ഷേ ഡൽഹിയിൽ എന്താണ്? ഡൽഹിയിൽ മൂന്നാമതൊരു ശക്തിയുണ്ട്. കേരളത്തിലെയോ കർണാടകയിലെയോ പോലെയല്ല, അല്ല കേരളത്തിലെയോ തമിഴ്നാട്ടിലെ പോലെയല്ല ഡൽഹി എന്ന് പറയുന്നത്. അവിടെ മൂന്നാമത്തെ ശക്തി എന്ന് പറയുന്നത് BJP ആണ്. അധികാരത്തിൽ വരാൻ വേണ്ടിയിട്ടുള്ള എല്ലാവിധ അവർ പോലും പറയാത്ത ആരോപണങ്ങളാണ് ഇവിടെ ഇരുന്ന് രാഹുൽ ഗാന്ധി പറയും. BJP ഈ കുറച്ച് ദിവസങ്ങൾ ആരോപണം കേട്ടോ, എത്ര ആരോപണങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. അവർ ആരോപണങ്ങൾക്ക് പറയുന്നില്ല, അവർ ഗ്രാസ് റൂട്ടിൽ വർക്ക് ചെയ്യുകയാണ്. ആ സ്ഥലത്ത് കോൺഗ്രസ് അവർ അതിനുവേണ്ടി പ്രകടന പത്രിക ഇറക്കുന്നതിനേക്കാളും മുമ്പിൽ ഇവരുടെ പാവങ്ങളാണ് വിളിച്ചു പറയുന്നത്. പിന്നെ ആം ആദ്മി പാർട്ടീൻ്റെ പാവങ്ങളാണ് വിളിച്ചു പറയുന്നത്. അപ്പോൾ ഇവരുടെ ഇരട്ടത്താപ്പ് എന്ന് പറയുന്നത് പ്രാദേശിക പാർട്ടികളെ തകർത്ത് കോൺഗ്രസ്സിന് മുന്നേറാമെന്ന് കോൺഗ്രസ് വിചാരിക്കേണ്ട. പ്രാദേശിക പാർട്ടികൾ തകർന്നാൽ അത് ഗുണം ചെയ്യുക BJPക്കാണ്. കേരളത്തിൽ ഇടതുപക്ഷത്തെ തകർത്താൽ ആർക്കത് ഗുണം ചെയ്യുക? അത് BJPക്കാണ് ഗുണം ചെയ്യുക. കോൺഗ്രസ് തകർത്താൽ അത് ആർക്കാ ഗുണം ചെയ്യുക? അത് BJPക്കാണ് ഗുണം ചെയ്യുക. തമിഴ്നാട്ടിൽ അല്ലെങ്കിൽ കർണാടകയിൽ കോൺഗ്രസ് തകർന്നാൽ അത് ആർക്കാ ഗുണം ചെയ്യുക? BJPക്കാണ് ഗുണം ചെയ്യുക. ഡൽഹിയിൽ ഈ ഇലക്ഷൻ നടക്കാൻ പോകുന്ന സ്ഥലത്ത് കോൺഗ്രസിനെ തകർത്താൽ, ആം ആദ്മീനെ തകർത്താൽ അത് ആർക്കാ ഗുണം ചെയ്യുക? BJPക്കാണ് ഗുണം ചെയ്യുക. ഇത് മനസ്സിലാക്കാൻ പോലും ഈ കേന്ദ്ര നേതൃത്വത്തിന്, ഈ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിന് കഴിവില്ലെങ്കിൽ പിന്നെ ആരോട് എന്ത് പറയാൻ വേണ്ടിയിട്ടാണ്? അപ്പം ഇനി ഞാൻ വിചാരിക്കുന്നത് 2024 ഉണ്ടായ പോലെ ഒരു ഇന്ത്യ മുന്നണി ഇനി അങ്ങോട്ട് ഉണ്ടാകില്ല എന്നുള്ളതാണ് ഞാൻ വിചാരിക്കുന്നത്. വളരെ ബുദ്ധിമുട്ടാണ്. അല്ലെങ്കിൽ അത്രയും സ്ട്രോങ് ആയ നേതൃത്വം വരണം. ആ നേതൃത്വത്തിന് മേലെ എല്ലാവരെയും കൊണ്ടുപോകാൻ പറ്റണം. മമതാ ബാനർജീനെ RJD നേതാക്കന്മാരും പിന്നെ അതുപോലെ തന്നെ അല്ല ഇവര് ശിവസേന പിൻവലിക്കുന്നു. അപ്പൊ അത്രയും പിൻവലി അതെന്തുകൊണ്ടാണ് പിൻവലിക്കുന്നത്? ഇവരെ വേണ്ടാത്തോണ്ടാണ്. ഡൽഹിയിൽ ആം ആദ്മി പാർട്ടിക്ക് പിന്തുണയുമായിട്ട് അഖിലേഷ് യാദവ് വരാൻ പോവാണ്. നോക്കൂ, ഡൽഹിയിൽ തൃണമൂൽ കോൺഗ്രസും സമാജ്വാദി പാർട്ടി RJD ഇവർ മൂന്നും സപ്പോർട്ട് ചെയ്യുന്നു. അല്ല അത് ഞാൻ പറയുന്നത് ഈ ഒരു പ്രാദേശിക പാർട്ടി ഡെവലപ്പ് ചെയ്ത് വരണമെന്ന് വേറൊരു പ്രാദേശിക പാർട്ടിക്ക് തോന്നുന്ന തോന്നൽ പോലും കോൺഗ്രസിന് വരുന്നില്ല എന്നുള്ളതാണ്. ഇപ്പം തമിഴ്നാട്ടിൽ BJP വരാതിരിക്കാൻ വേണ്ടി അവർ ചെയ്യുന്ന എന്താ? ചെറിയ പാർട്ടിക്ക് ഒരു സീറ്റ് കൊടുക്കുകയാണ്. ചെറിയ ഒരു ശക്തി പോലും ഇതുപോലും അവിടെ വേണ്ട എന്നുള്ളതാണ്. BJPനെ സംബന്ധിച്ചിടത്തോളം BJP സംബന്ധിച്ചിടത്തോളം ഒറ്റക്കക്ഷിയാണ്. അവർക്ക് ഒറ്റ സംവിധാനമാണ്. അവർക്കൊരു പ്രസിഡന്റ്, അവരുടെ പ്രസിഡന്റ് ബൂത്ത് ലെവൽ വരെ ആ പ്രസിഡന്റ് എടുക്കാൻ തീരുമാനമുണ്ട്. അവർക്ക് അധികം ഘടകകക്ഷിയുടെ ആവശ്യമില്ല. അവർ സ്വന്തമായിട്ട് കയറി വരുന്നതാണ്. പക്ഷേ കോൺഗ്രസ് സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല. ഇവിടെ ഞാൻ ഈ ഇരട്ടത്താപ്പിൻ്റെ കാര്യം പറയാൻ കാരണം കേരളത്തിലെടുക്കുന്ന നിലപാട് എന്തുകൊണ്ട് അവർക്ക് ഡൽഹിയിൽ എടുക്കാൻ പറ്റുന്നില്ല? കേരളത്തിൽ BJP ഇല്ലാത്തതുകൊണ്ട് ഇവർ BJPക്കെതിരെ ഭയങ്കര ശക്തമായ നിലപാട് സ്വീകരിക്കും. കാരണം ഇവിടെ ഒന്നും സംഭവിക്കില്ല എന്നറിയാം. അതുകൊണ്ട് ശക്തമായ നിലപാടാണ്. ഡൽഹി പോയിട്ട് മിണ്ടില്ല, ഡൽഹി പോയിട്ട് ആം ആദ്മീനെ പറയും. അതിനാണ് ഇരട്ടത്താപ്പ് എന്ന് പറയുക. ഈ ശൈലിയായിട്ട് മുന്നോട്ട് പോയാൽ ഇതിനേക്കാളും അപ്പുറമാണ്. 99 സീറ്റ് കിട്ടിയത് ഇവരുടെ ലോട്ടറി കൊണ്ടാണ്. ഇനിയുള്ള അവസ്ഥ എനിക്ക് അറിയാൻ പറ്റും. ഇവിടെ BJP നടത്തുന്ന മുന്നണിയുടെ നീക്കങ്ങളെ കൂടി നമ്മൾ കണ്ടു തന്നെ പോകണം. അവിടെ മുന്നണി ഉണ്ടാക്കിയതിനു ശേഷം എക്സ്പാൻഡ് ചെയ്യണം. ആ മുന്നണി പൊളിഞ്ഞു പോയില്ലെന്ന് മാത്രമല്ല, മുന്നണിയിലേക്ക് 2 പുതിയ കക്ഷികൾ, പഴയ കക്ഷികളാണെങ്കിലും തിരിച്ചു വരുന്ന സാഹചര്യമുണ്ടായി. നാഷണൽ കോൺഫറൻസിൻ്റെയൊക്കെ നീക്കത്തെ അങ്ങനെ കാണുന്ന രാഷ്ട്രീയ വിദഗ്ധരുണ്ട്. കാരണം എന്താ? കേന്ദ്ര സർക്കാരിൻ്റെ പിന്തുണയില്ലാതെ പല സംസ്ഥാനങ്ങളും ഭരിക്കാൻ കഴിയില്ല. അവിടെ ആ സംസ്ഥാനങ്ങളിലെ നിലനിൽപ്പ് കേന്ദ്ര സർക്കാരിൻ്റെ സഹായത്തെ മാത്രം ആശ്രയിച്ച, ഉദാഹരണത്തിന് ജമ്മു കാശ്മീർ, അവിടെ കേന്ദ്ര സഹായമില്ലാതെ ജമ്മു കാശ്മീരിന് ഭരിക്കാൻ കഴിയൂ. ഇപ്പോൾ നാഷണൽ കോൺഫറൻസ് വീണ്ടും തിരികെ പോകുന്നത് NDA ക്യാമ്പിലേക്കാണോ എന്ന സന്ദേഹം ഇതിനകം തന്നെ ഉയർന്നു കഴിഞ്ഞിരിക്കുന്നു. അതും ഒരു പ്രധാനപ്പെട്ട ചർച്ചാ വിഷയമാണ്. മെയിൻ എഡിറ്റേഴ്സ് തുടരുന്നു. ഇന്ത്യ മുന്നണി നിർവീര്യമാകുന്നോ എന്നാണ് ചോദ്യം. ഇന്ത്യ മുന്നണി നിർവീര്യമാണോ? നിർവീര്യമായിട്ടില്ല, നിർവീര്യമാകുന്നതിൻ്റെ തൊട്ട് മുൻപുള്ള ഘട്ടത്തിലെത്തി നിൽക്കുന്നു എന്നുള്ളതാണ് എൻ്റെ വിലയിരുത്തൽ. കാരണം ആ മുന്നണിയിലെ എല്ലാ കക്ഷികളും ആ മുന്നണി ബന്ധം അവസാനിപ്പിക്കുന്ന എന്ന തരത്തിലുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് ഒന്നും നടത്തിയിട്ടില്ല. പകരം നേതാവ് ആരാകണം എന്നതിലെ തർക്കമാണ് ഇപ്പോൾ നിൽക്കുന്നത്. മമതാ ബാനർജിയോ അതോ രാഹുൽ ഗാന്ധിയോ എന്നുള്ളതാണ്. മല്ലികാർജ്ജുൻ ഖർഗെയുമായിട്ടല്ല, രാഹുൽ ഗാന്ധിയേക്കാൾ മികച്ചത് മമതയാണ് എന്ന രീതിയിലുള്ള ചർച്ചകളാണ് നടക്കുന്നത്. ഇവിടെ ഇപ്പോൾ ഡൽഹി തെരഞ്ഞെടുപ്പുമായി മുൻനിർത്തി സംഭവിച്ചത് എന്താണ് എന്നതുകൂടി നമ്മൾ നോക്കണം. ഡൽഹി തെരഞ്ഞെടുപ്പിൻ്റെ ക്യാമ്പയിൻ്റെ ഫസ്റ്റ് ഫേസിൽ ഞാൻ മനസ്സിലാക്കുന്നത് രാഹുൽ ഗാന്ധിക്ക് പനിയായിരുന്നു. അതിനുശേഷം വൈകിയാണ് രാഹുൽ ഗാന്ധി ആ പ്രചാരണത്തിലേക്ക് വരുന്നത്. ആ വരുമ്പോൾ ഒന്നുകിൽ സഖ്യം അല്ലെങ്കിൽ മൃദു വിമർശനമായി പോകാം. അതാണ് ഈ സീറ്റ് ഷെയറിംഗ് തെരഞ്ഞെടുപ്പ് അനൗൺസ് ചെയ്തതിനു ശേഷം കോൺഗ്രസിൽ നടന്ന ചർച്ചകൾ. അപ്പോൾ സഖ്യത്തിലേക്ക് പോകുന്നതിന് ഒരു കാരണവശാലും ഞങ്ങൾ തയ്യാറല്ല എന്ന നിലപാടെടുത്തത് അരവിന്ദ് കെജ്രിവാളും ആം ആദ്മി പാർട്ടിയുമാണ്. കോൺഗ്രസ് സഖ്യമായി മത്സരിക്കാനും തയ്യാറായിരുന്നു എന്നുള്ളതാണ് കോൺഗ്രസിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ സഖ്യമില്ല എന്ന് മനസ്സിലാക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഡൽഹി ഇപ്പോൾ 2024 തെരഞ്ഞെടുപ്പിൽ ഒന്നിച്ചല്ലേ നിന്നത്. അതുകൊണ്ട് വിമർശനം എന്ന് പറയുന്നത് അധികം കടുപ്പിക്കും
ഓർമ്മിപ്പിക്കേണ്ട എന്നതായിരുന്നു രാഹുൽ ഗാന്ധിയുടെ തീരുമാനം. അപ്പോൾ മൃദുവായി വിമർശിച്ചു പോവുക എന്നതിനപ്പുറത്തേക്ക് വേണ്ട എന്ന തീരുമാനമെടുക്കുന്നു. അപ്പോഴും ആം ആദ്മി പാർട്ടി ഞങ്ങൾ ഒരു തരത്തിലുള്ള സഖ്യമില്ല, ഞങ്ങൾ ഫൈറ്റ് ചെയ്യുന്നത് BJPയോടും കോൺഗ്രസിനോടുമാണ് എന്നുള്ള സ്ട്രെയിറ്റ് ആയിട്ടുള്ള പ്രസ്താവനകളായിരുന്നു ആദ്യ ആഴ്ചയിൽ, പ്രചാരണം തുടങ്ങിയ ആദ്യ ആഴ്ചയിൽ നമ്മൾ കാണുന്നത്. അതിനുശേഷമാണ് കോൺഗ്രസിന്റെ സീലാംപൂർ റാലി വരുന്നത്. ആ സീലാംപൂർ റാലി വന്ന സമയത്താണ് അരവിന്ദ് കെജ്രിവാളിൽ നിന്ന് എക്സിൽ, സാമൂഹിക മാധ്യമമായ എക്സിലെ ആദ്യത്തെ പോസ്റ്റ് വരുന്നത്. അപ്പോൾ രാഹുൽ ഗാന്ധിക്ക് ഈ ഡൽഹി തെരഞ്ഞെടുപ്പിൽ 70 സീറ്റുകളിൽ ഒന്നിൽ മത്സരിക്കുന്ന ഒരു സ്ഥാനാർത്ഥി ഒരു സന്ദേശം വയ്ക്കുകയാണ്. ആ സന്ദേശം ഇങ്ങനെയായിരുന്നു: വൈ ഷുഡ് ഐ ഫൈറ്റ് ദ കറപ്റ്റ് AAP ഇഫ് യു ആർ നോട്ട് ഫൈറ്റിംഗ് ദം? നിങ്ങൾ ഇതിനെതിരെ ഒരു പോരാട്ടമായി അതിനെ കാണുന്നില്ല എങ്കിൽ എന്തിനാണ് ഈ അഴിമതി സർക്കാരിനെതിരെ ഞാൻ മത്സരിക്കുന്നത്? ആ ചോദ്യം രാഹുൽ ഗാന്ധിയെ ഇരുത്തി ചിന്തിപ്പിച്ചു എന്ന് വേണം മനസ്സിലാക്കാൻ. അതിനുശേഷമാണ് ഈ ശീഷ് മഹൽ അടക്കമുള്ള ആരോപണങ്ങളുമായി രാഹുൽ ഗാന്ധി വരുന്നത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് ഓർമ്മയുണ്ടാകും നിങ്ങളിൽ ആർക്കെങ്കിലും, കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് അരവിന്ദ് കെജ്രിവാൾ കൊടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട വാഗ്ദാനങ്ങളിലൊന്ന് യമുനയുടെ ശുചീകരണമായിരുന്നു. എന്നാൽ ഇപ്പോൾ ഈ അടുത്ത ഇടയ്ക്കടക്കം നമ്മുടെ പ്രതിനിധികൾ അവിടെ നിന്ന് കാണിച്ചു തന്നത് എന്താണ്? കൂടുതൽ മാലിന്യവാഹിനിയായി യമുന ഒഴുകിക്കൊണ്ടേയിരിക്കുന്നു. അരവിന്ദ് കെജ്രിവാളിന്റെ ജനങ്ങൾക്ക് 5 വർഷം മുൻപ് കൊടുത്ത ആ പ്രോമിസിൽ 1% പോലും നടപ്പാക്കാൻ അരവിന്ദ് കെജ്രിവാളിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ള ഒരു വസ്തുത ഡൽഹിയിൽ നമ്മൾ കാണുകയാണ്. അപ്പോഴാണ് രാഹുൽ ഗാന്ധി വെല്ലുവിളിക്കുന്നത്, അരവിന്ദ് കെജ്രിവാളെ, നിങ്ങൾ അന്ന് ഈ നദി ശുചിയാക്കും, അതിലിറങ്ങി കുളിക്കും, വെള്ളം കുടിക്കും എന്നൊക്കെയല്ലേ പറഞ്ഞത്? അപ്പോൾ നിങ്ങൾ ആ വെള്ളം ഒന്ന് കുടിച്ചു കാണിക്കൂ, അപ്പോൾ ഞാൻ നിങ്ങളെ കാണാൻ ആശുപത്രിയിലേക്ക് വരാം. അത് രാഹുൽ ഗാന്ധി പറയേണ്ടതല്ലേ? രാഹുൽ ഗാന്ധി എന്ന് പറയുന്നത് ഡൽഹിയിൽ ആ തെരഞ്ഞെടുപ്പിൽ ക്യാമ്പയിനിലേക്ക് പോകുമ്പോൾ രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവാണിപ്പോൾ. കഴിഞ്ഞ തവണ NDAക്കെതിരെ മത്സരിച്ച് പ്രതിപക്ഷ നേതാവ് ഇല്ലാതായി പോയ ആ 10 വർഷ കാലഘട്ടത്തിന് ശേഷം ഒരു പ്രതിപക്ഷ നേതാവായി രാഹുൽ ഗാന്ധി മാറിയതിനു ശേഷം ഇങ്ങനെയൊരു ഡെലിവറി ചെയ്യാത്ത ഒരു വാഗ്ദാനത്തെപ്പറ്റി ഓർമ്മിപ്പിക്കേണ്ട ഒരു ബാധ്യത രാഹുൽ ഗാന്ധി എന്ന നേതാവിനുണ്ട്. അതാണ് രാഹുൽ ഗാന്ധി അവിടെ ചെയ്തത്. അവിടുത്തെ സർക്കാരിൻ്റെ അഴിമതി, അത് രാഹുൽ ഗാന്ധി BJPയുടെ ആരോപണം എടുത്തു പറയുന്നു എന്ന് പറയുന്നു. അപ്പോൾ അരവിന്ദ് കെജ്രിവാൾ ജയിലിൽ കിടന്നതും അരവിന്ദ് കെജ്രിവാളിനെതിരെ ഉയർന്ന ആരോപണങ്ങളിന്മേലുള്ള വസ്തുതാ പരിശോധന കോടതികളിൽ നടന്നതും അതൊക്കെ രാഹുൽ ഗാന്ധിയും കണ്ടതാണല്ലോ, രാജ്യം കണ്ടതാണല്ലോ. അപ്പോൾ അരവിന്ദ് കെജ്രിവാളിന് കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകളിൽ 67 സീറ്റും 62 സീറ്റും കിട്ടിയ തെരഞ്ഞെടുപ്പുകളിലേതുപോലെയുള്ള ഒരു പ്രതിച്ഛായ ഇല്ല എന്നുള്ളത് ഇന്ത്യയിലെ മുഴുവൻ ആളുകൾക്കും വ്യക്തമായ കാര്യമാണ്. അവിടെ എന്തിനാണ് രാഹുൽ ഗാന്ധി കള്ളം പറയുന്നത്? അഴിമതിക്കാരനല്ല, നല്ലവനാണ് കെജ്രിവാൾ എന്ന് പറഞ്ഞാൽ രാഹുൽ ഗാന്ധിയുടെ ക്രെഡിബിലിറ്റി കൂടി പോകും. രാഹുൽ ഗാന്ധി ഇതുപോലെയുള്ള ഒരു കള്ളനെ പിന്താങ്ങുന്ന പെരും കള്ളനാണ് എന്ന് BJP അപ്പുറത്ത് പറയും. അതുകൊണ്ടാണ് രാഹുൽ ഗാന്ധിയെ പിന്തുണച്ചുകൊണ്ട് രാഹുൽ ഗാന്ധി ഇങ്ങനെയൊരു സ്റ്റാൻഡ് എടുത്തത് എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. അതുകൊണ്ട് തന്നെയാണ് രാഹുൽ ഗാന്ധി ആം ആദ്മി പാർട്ടിക്കെതിരായ ആക്രമണം നിങ്ങൾ തുടങ്ങിക്കോളൂ, കാൻഡിഡേറ്റ്സിന് മുഴുവൻ കൊടുത്തിരിക്കുന്ന സന്ദേശം അതാണ്: ഞാൻ ആക്സിലറേറ്റർ പ്രസ് ചെയ്തിട്ടുണ്ട്, ബാക്കി നിങ്ങൾ ആയിക്കോളൂ, ഇത്തവണ നമുക്ക് അടിച്ചെടുത്തേ പറ്റൂ, കുറച്ച് സീറ്റുകളെങ്കിലും നമുക്ക് ഇത്തവണ ഭരണം കിട്ടുമോ എന്നുള്ളതല്ല, ഇത്തവണ കുറച്ച് സീറ്റുകളെങ്കിലും നമുക്ക് അവിടെ പിടിച്ചേ പറ്റൂ. അല്ലാതെ 67, 62 എന്നുള്ള ഒരു പൊസിഷനിൽ ആം ആദ്മി പാർട്ടി ഇനിയും നിർത്തിയാൽ കോൺഗ്രസ് ഇല്ല ദില്ലിയിൽ. കാരണം ഷീലാ ദീക്ഷിതിന് ശേഷം ഇത്തവണ സന്ദീപ് ദീക്ഷിത് മത്സരിക്കുന്നുണ്ടല്ലോ. ഷീലാ ദീക്ഷിതിന് ശേഷം കോൺഗ്രസ് അമ്പാടെ അവിടെ ഇല്ലാതായി പോയി കഴിഞ്ഞു. ആ കോൺഗ്രസിനെ മുഴുവൻ ഞങ്ങളിങ്ങനെ ചൂലുകൊണ്ട് തൂത്തെടുത്തു എന്ന ഒരു അമിത ആത്മവിശ്വാസത്തിലാണ് മനീഷ് സിസോദിയയും അരവിന്ദ് കെജ്രിവാളും നിൽക്കുന്നത്. പക്ഷേ കെജ്രിവാൾ എന്ന് പറയുന്ന ഒരു ബിംബമില്ലെങ്കിൽ ആം ആദ്മി പാർട്ടി എത്രമാത്രം പൊള്ളയാണ് എന്നുള്ളത് വ്യക്തമായതാണ് ഈ കഴിഞ്ഞ കാലയളവിൽ. അപ്പോൾ അവിടെ ഒരു സ്പേസ് ഉണ്ട് കോൺഗ്രസിന്. ആ സ്പേസ് ഉപയോഗിച്ചുകൊണ്ട് തിരിച്ചു വരാനുള്ള ഒരു പരിശ്രമം നടത്താനല്ലാതെ ആം ആദ്മി പാർട്ടിയെ എൻഡോഴ്സ് ചെയ്തുകൊണ്ട് ഇരുന്നത് കൊണ്ട് എന്ത് പ്രയോജനമാണ് കോൺഗ്രസിനും രാഹുൽ ഗാന്ധിക്കും? അതുകൊണ്ട് പ്രായോഗിക രാഷ്ട്രീയത്തിലേക്ക് രാഹുൽ ഗാന്ധി എത്തുന്നതിന് രീതിയിലാണ് ഞാൻ ഈ പ്രചാരണത്തെയും ഇപ്പോഴത്തെ ഈ വിമർശനങ്ങളെയും കാണുന്നത്. സഖ്യമായിരുന്നെങ്കിൽ നിങ്ങൾ പറഞ്ഞതുപോലെ രാഹുൽ ഗാന്ധി ഇങ്ങനെ പറയാൻ പാടുണ്ടോ? BJP പറയുന്നത് പോലെ രാഹുൽ ഗാന്ധി എന്നിട്ട് സംസാരിക്കണം? BJP പറയുന്നത് പോലെ എന്നല്ല. ആക്രമണത്തിലേക്ക് കടക്കുമ്പോൾ എന്താണോ വിഷയം ആ വിഷയത്തിലേ സംസാരിക്കാൻ പറ്റുകയുള്ളൂ. ആ വിഷയത്തിൽ ഊന്നിക്കൊണ്ടാണ് അവിടെ രാഹുൽ ഗാന്ധിയും സംസാരിച്ചിരിക്കുന്നത്. ഇനി ഈ മുന്നണി സമ്പ്രദായത്തിലേക്ക് വരാം. NDAയും UPAയും തമ്മിൽ മത്സരിച്ച് 2004 UPA ഭരണത്തിലേക്ക് എത്തുമ്പോൾ അന്ന് അതിൻ്റെ ചുക്കാൻ പിടിച്ചത് സോണിയാഗാന്ധിയാണ്. സോണിയാഗാന്ധിയായിരുന്നു അതിൻ്റെ മെയിൻ ആർക്കിടെക്ട്. അതേ രീതിയിലാണ് 2024 ഇന്ത്യ മുന്നണിയുമായി ഫൈറ്റ് ഇറങ്ങുന്നു. അതേപോലെ തന്നെ ഭരണത്തിലേക്ക് എത്താൻ കഴിയും എന്നുള്ളൊരു ആത്മവിശ്വാസം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ബദ്ധവൈരികളായ തൃണമൂലിനെയും ആം ആദ്മി പാർട്ടിയെയും ഒക്കെ എത്ര വലിയ ശത്രുവാണെങ്കിലും അപ്പുറത്തുള്ള വലിയ ശത്രുവിനെ നേരിടാൻ ഈ ചെറിയ ശത്രുക്കളെയെല്ലാം ഒന്നിച്ചു നിർത്താം എന്നുള്ള ഒരു ഫോർമുലയിലേക്ക് കോൺഗ്രസ് എത്തിയത്. പക്ഷേ അത് പാളിപ്പോയി എന്നുള്ളത് തിരിച്ചറിയുന്നുണ്ട്. സ്വന്തം അസ്തിത്വം ഇല്ലാതാക്കിയല്ലോ മുന്നണി ഉണ്ടാക്കുകയും മറ്റേ ശത്രുവിനെതിരെ ഫൈറ്റ് ചെയ്യുകയും വേണ്ടത്. ആദ്യം സ്വന്തം അസ്തിത്വം നിലനിർത്തുക എന്നതിലേക്ക് ദില്ലി തെരഞ്ഞെടുപ്പ് ആകുമ്പോഴേക്കും കോൺഗ്രസ് എത്തുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. 70 സീറ്റുകളുള്ള ദില്ലിയിൽ 5-ാം തീയതി ആകുമ്പോഴേക്കും പോളിംഗ്
നടക്കാൻ പോവുകയാണ്. അപ്പോൾ ഈ ലാസ്റ്റ് ഫേസിൽ ഇനിയും ആക്രമണം കടുക്കും. മോദിയും അമിത്ഷായും പറയുന്നതിനേക്കാൾ കൂടുതൽ കടുപ്പത്തിൽ രാഹുൽ ഗാന്ധി പറയാനുള്ള സാധ്യതയാണ് എന്തായാലും കാണുന്നത്. 2023 ജൂലൈ 18 മുതൽ ഇന്നിപ്പോൾ നമ്മൾ സംസാരിക്കുന്ന 2025 ജനുവരി 29 വരെയുള്ള ഇന്ത്യ മുന്നണിയുടെ ഒരു പ്രവർത്തന ശൈലി നമ്മൾ നിരീക്ഷിച്ചു കഴിഞ്ഞാൽ പ്രാദേശികമായിട്ടുള്ള സഖ്യങ്ങൾക്ക് സാധ്യതയില്ല എന്ന് അന്ന് 2023 ഈ മുന്നണി രൂപീകരിക്കുന്ന വേളയിൽ തന്നെ വ്യക്തമായതാണ്. കാരണം പ്രാദേശികമായി നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ പ്രത്യേകം ഫൈറ്റ് ചെയ്യുകയും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒന്നിച്ചു നിൽക്കുകയും ചെയ്യുക എന്നതായിരുന്നു ആ മുന്നണി രൂപീകരണ സമയത്ത് തന്നെ ഉണ്ടായിരുന്ന ഫോർമുല. അത് തന്നെയാണ് അവർ എക്സിക്യൂട്ട് ചെയ്ത് വരുന്നത്. ചിലയിടങ്ങളിൽ സഖ്യമാകാൻ അല്ലെങ്കിൽ കുറച്ച് സീറ്റുകളിലൊക്കെ വിട്ടുവീഴ്ച ചെയ്യാനൊക്കെ സാധിക്കുമെന്നതല്ലാതെ കേരളമടക്കം ഒരിടത്തും ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിലേതുപോലെയുള്ള ഒരു സീറ്റ് വിഭജനത്തിലേക്ക് പോകാൻ കഴിയുന്ന ഒരു ഘടനയല്ല ഇന്ത്യ മുന്നണിക്ക് ഉള്ളത് എന്നുള്ളത് 2023 തന്നെ വ്യക്തമായ കാര്യമാണ്. അതുകൊണ്ടാണ് ആർക്കിടെക്ട് ഓഫ് ലിക്കർ സ്കാം എന്ന് രാഹുൽ ഗാന്ധി അരവിന്ദ് കെജ്രിവാളിനെ വിളിക്കുന്നത്. അതുപോലെ തന്നെ അരവിന്ദ് കെജ്രിവാൾ രാഹുൽ ഗാന്ധിക്ക് നരേന്ദ്രമോദിയുമായി BJPയുമായി ഒക്കെ ധാരണയാണ്. അതുകൊണ്ടാണ് റോബർട്ട് വാദ്രയൊക്കെ ഇങ്ങനെ ക്ലീൻ ചിറ്റ് കിട്ടി നടക്കുന്നത് എന്നതടക്കമുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്നത്. ഈ സമാജ്വാദി പാർട്ടിയുടെയും തൃണമൂലിന്റെയും പിന്തുണ AAPക്കാണ്. പക്ഷേ അത് എത്രത്തോളം പ്രയോജനപ്പെടും എന്നുള്ളത് നമുക്ക് വോട്ടെണ്ണുന്ന വേളയിൽ മാത്രമേ വ്യക്തമാവുകയുള്ളൂ. കാരണം അവിടെ സ്പോയിലർ ഇഫക്റ്റ് ഗുണം ചെയ്യാൻ പോകുന്നത് BJPക്കാണ് എന്നുള്ളത് വ്യക്തമാണ്. കാരണം 7 സീറ്റുകളും കയ്യിലുണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPക്ക്. അതുകൊണ്ട് തന്നെ മാസങ്ങൾക്കിപ്പുറം നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ അരവിന്ദ് കെജ്രിവാളിന്റെ പ്രതിച്ഛായ കൂടി മോശമായി നിൽക്കുന്ന ഒരു വേളയിൽ അവിടെ കൃത്യമായി ഉപയോഗപ്പെടുത്താൻ BJPക്ക് ആ ഒരു സാഹചര്യത്തിൽ കഴിയും എന്നുള്ളതാണ്. രാഹുൽ ഗാന്ധിയുടെ പേര് ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. രാഹുൽ ഗാന്ധിയുടെ പേര് എന്തിനാണ് ആം ആദ്മി പാർട്ടി ഡിസോണസ്റ്റ് പീപ്പിൾ എന്ന് പറയുന്ന ആ പട്ടികയിൽ രാഹുൽ ഗാന്ധിയുടെ പേര് കൂടി ചേർത്ത് ജനുവരി 25-ാം തീയതി ഒരു പോസ്റ്റർ ഇറക്കി അരവിന്ദ് കെജ്രിവാൾ? അതൊക്കെ എത്ര വലിയ പ്രകോപനമാണ്. ഈ തെരഞ്ഞെടുപ്പ് അങ്ങ് കഴിയും. അടുത്ത തെരഞ്ഞെടുപ്പ് വരുമ്പോൾ പൊതുശത്രുവായ നരേന്ദ്രമോദിക്കെതിരെ BJPക്കെതിരെ പോരാടാൻ ഒന്നിച്ചു നിൽക്കേണ്ടവരാണ്. അപ്പോൾ കൂട്ടത്തിലുള്ള ഒരുത്തൻ കള്ളനാണ്, ഡിസോണസ്റ്റ് ആണ് എന്ന് ഒരു പോസ്റ്റർ ഇറക്കിയാണ് അരവിന്ദ് കെജ്രിവാൾ. അതിലൂടെയൊക്കെ കൊടുക്കുന്ന സൂചനയാണ് അത്രയും മാത്രമേ രാഹുൽ ഗാന്ധിക്ക് അവർ വില വയ്ക്കുന്നുള്ളൂ എന്നതല്ലേ. പിന്നെയും രാഹുൽ ഗാന്ധി മിണ്ടാതിരിക്കണം എന്ന് പറയുന്നതിൽ ഏതെങ്കിലും തരത്തിൽ ഒരു വസ്തുത അല്ല ഏതെങ്കിലും തരത്തിൽ അത് വസ്തുതാപരമായി നിലനിൽക്കും എന്ന് ഞാൻ കരുതുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് അൽക്കാലാകുമ്പോൾ ആ പോസ്റ്റർ ഇറങ്ങിയപ്പോൾ തന്നെ കെജ്രിവാളിനോട് പറഞ്ഞത് ക്വിറ്റ് ഇന്ത്യ ബ്ലോക്ക്, ഇന്ത്യ ബ്ലോക്കിൽ നിന്ന് നിങ്ങൾ അങ്ങ് പൊക്കോ എന്ന് അൽക്കാലാകുമ്പോൾ പറഞ്ഞിരിക്കുന്നു. അത് രാഹുൽ ഗാന്ധിക്ക് വേണ്ടി പറഞ്ഞതായി തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തായാലും BJPയും AAPയും ആണ് കുറച്ചുകൂടി, അതായത് ഈ നമ്മൾ മധ്യപ്രദേശിലൊക്കെ കണ്ടതുപോലെ മൃദു ഹിന്ദുത്വ വേണോ തീവ്ര ഹിന്ദുത്വ വേണോ എന്നുള്ള സംശയത്തിൽ നിന്നതുപോലെയുള്ള ഒരു സമീപനമാണ് അരവിന്ദ് കെജ്രിവാളിനെ എന്നുള്ളത് ഇതിനകം കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലൊക്കെ നമുക്ക് വ്യക്തമായതാണ്. അപ്പോൾ ഈ സഖ്യത്തിൽ വിള്ളലില്ല എന്നാണ് അഖിലേഷ് യാദവിന്റെ ലേറ്റസ്റ്റ് സ്റ്റേറ്റ്മെന്റ് കിടക്കുന്നത്. മുന്നണിയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ജനുവരി 13-നാണ്. അതിൽ സഖ്യത്തിൽ വിള്ളലില്ല എന്ന് പറയുന്നു. അപ്പോൾ ഈ സഖ്യം ഇന്ത്യ മുന്നണി എന്ന് പറയുന്ന സംഭവം അവിടെ തന്നെ ഉണ്ടാകും. പക്ഷേ ഹരിയാനയിലും ഉണ്ണിസാർ കൃത്യമായി ചൂണ്ടിക്കാട്ടിയതുപോലെ ഹരിയാനയിലും മഹാരാഷ്ട്രയിലും ഏറ്റ വലിയ തിരിച്ചടി കോൺഗ്രസിന്റെ വിലപേശൽ ശേഷി കുറച്ചിട്ടുണ്ട് എന്നുള്ള ഒരു വസ്തുത അവിടെ നിലനിൽക്കുകയാണ്. പിന്നെ BJPയുമായി നേരിട്ട് ഏറ്റുമുട്ടുന്ന സ്ഥലങ്ങളിൽ തുടർച്ചയായി തോൽക്കുകയാണ് കോൺഗ്രസ്. ആ മണ്ഡലങ്ങളിലൊന്നും വിജയം നേടാൻ കഴിയുന്നില്ല എന്നതും കോൺഗ്രസിന്റെ വിലപേശൽ ശേഷി കാര്യമായി കുറച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ഹിറ്റ് ബാക്ക് ചെയ്തതുപോലെ രാഹുൽ ഗാന്ധിക്ക് ഇനിയും ഒരു സ്പേസ് കിടക്കുന്നുണ്ട്. പൂർണ്ണമായി നിർവീര്യമായിട്ടില്ല. നിർവീര്യമാകാതെ നോക്കാനുള്ള ബാധ്യത പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ രാഹുൽ ഗാന്ധിക്കുണ്ട്, കോൺഗ്രസിനുണ്ട് എന്നതാണ് എൻ്റെ. ഇതേ രാഹുൽ ഗാന്ധി തന്നെയല്ലേ അരവിന്ദ് കെജ്രിവാൾ ജയിലിലേക്ക് പോകുന്ന സമയത്ത് സ്കേഡ് ഡിക്റ്റേറ്റർ എന്ന് നരേന്ദ്രമോദി വിളിച്ചത്? അന്നെന്താണ് ഇതേ മദ്യനയ അഴിമതി കേസുമായി ബന്ധപ്പെട്ടാണ് അരവിന്ദ് കെജ്രിവാളിനെ ED ജയിലിൽ അടയ്ക്കുന്നത്. ആ സമയത്ത് രാഹുൽ ഗാന്ധി വിളിക്കുന്നു പാർലമെന്റ് ഇലക്ഷനിൽ ഉണ്ടായ ആ ഇൻസിഡൻസുകൾ മാത്രമേ ഇപ്പോഴും ഉള്ളൂ. മാത്രമല്ല കേന്ദ്ര ഏജൻസികളെ ദുരുപയോഗം ചെയ്യുന്നു എന്നുള്ള വാദം അതാണ് പ്രധാനമായും ഉന്നയിച്ചിട്ട്. കേന്ദ്ര ഏജൻസികൾ ദുരുപയോഗം ഇപ്പൊ അത് മറന്നിട്ട് അതേ BJPയുടെ ആരോപണമാണ് രാഹുൽ ഗാന്ധി ഉന്നയിക്കുന്നത്. അന്ന് സ്കേഡ് ഡിക്റ്റേറ്റർ എന്ന് എന്തിന്റെ പേരിലാണോ നരേന്ദ്രമോദിയെ വിളിച്ചത്, ഇന്നിപ്പോൾ നരേന്ദ്രമോദി പറയുന്ന അതേ കാര്യം തന്നെ പറയുന്നത് ആർക്കിടെക്ട് ഓഫ് ലിക്കർ സ്കാം എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. മദ്യനയ അഴിമതിയുടെ ശില്പിയാണ് അരവിന്ദ് കെജ്രിവാൾ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിലാണ് കൺഫ്യൂഷൻ. നിങ്ങൾക്ക് എങ്ങനെയാണ് അങ്ങനെ നിലപാട് സ്വീകരിക്കാൻ കഴിയും? അല്ല, ഞാൻ പറയുന്നത് രാഹുൽ ഗാന്ധിക്ക് AAPനെ തോൽപ്പിക്കണം എന്നുള്ള ശൈലിയോട് കൂടിയിട്ടാണ്. അതാണ് ആദ്യം നേരത്തെ ഞാൻ പറയാൻ കാരണം. എൻ്റെ ഒരു സംശയം, ഇപ്പൊ സന്ദീപ് ദീക്ഷിത് അത് പറഞ്ഞാൽ മനസ്സിലാവും, അതല്ല അവിടുത്തെ ഒരു പ്രാദേശിക നേതാവ് പറഞ്ഞാൽ നമുക്കത് മനസ്സിലാവും, അജയ് മാക്കൻ വരെ പറഞ്ഞാലും അത് മനസ്സിലാവും. പക്ഷേ രാഹുൽ ഗാന്ധി ഈ ഇന്ത്യ മുന്നണിയെ തോളോട് തോൾ ചേർന്ന് നിന്നുകൊണ്ട് ഇപ്പോൾ ലീഡ് ചെയ്യുന്ന നേതാവാണ്. ഹീസ് ഒപ്പോസിഷൻ ലീഡർ. ആ ഒപ്പോസിഷൻ ലീഡർ ഇനി പാർലമെന്റിൽ കാണാൻ പോകുന്നത് ആരെയാ? ഇതേ ആം ആദ്മി പാർട്ടിയുടെ MPമാരെയും ഇതേപോലെ മറ്റ് സഖ്യകക്ഷികളുടെ MPമാരെയും ഒക്കെ കാണുകയും ഇനി വരാൻ പോകും. ഈ MPമാരെല്ലാം കൂടി ചേർന്നിട്ടാണ് പിന്നെ ഭരണപക്ഷത്തിനെതിരെ ഫൈറ്റ് ചെയ്യേണ്ടത് പാർലമെന്റിൽ. അതെ, അവിടെയാണ്. നോക്കൂ, ഇത് ഏതെങ്കിലും തരത്തിൽ ഇന്ത്യ മുന്നണിയിൽ ബ്ലോക്കിനെ നോക്കിയിട്ട് നിങ്ങളില്ലേ ഒരു ഈ സ്കാമിന്റെ ആർക്കിടെക്ട് എന്ന് BJP ചോദിച്ചാൽ ഈ രാഹുൽ ഗാന്ധിക്ക് മിണ്ടാൻ പറ്റൂ? പാർലമെന്റിലേക്ക് നാളെ BJPയുടെ കയ്യിൽ ആയുധം കൊടുത്തിരിക്കുകയല്ലേ രാഹുൽ ഗാന്ധി. ഇന്ത്യ മുന്നണി നിർവീര്യമോ എന്നായിരുന്നു ചോദ്യം. 4 പേരുടെ അഭിപ്രായം യെസ് എന്നാണ്, ഒരാൾ മാത്രം നോ.
Meet the editors.